وما النصر إلا من عند الله العزيز الحكيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നിക്കാഹിനെ കുറിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ വിധിവിലക്കുകളെ കുറിച്ചാണ് ഈ ദർസുകളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. നിക്കാഹുമായി ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നിക്കാഹിന്റെ റുക്നുകളും ഷർത്തുകളും. എന്താണ് റുക്ൻ, എന്താണ് ഷർത്ത് എന്ന് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ദർസുകളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുണ്ട്. റുക്ൻ അല്ലെങ്കിൽ ഷർത്ത് എന്ന് പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ റുക്നാണ് ഇന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റുക്ന് ഇല്ലെങ്കിൽ ആ കാര്യം ശരിയാവില്ല എന്നാണ്. ഉദാഹരണത്തിന്, നിസ്കാരത്തിലെ റുക്നാണ് സുജൂദ്. സുജൂദ് ഇല്ലെങ്കിൽ നിസ്കാരമില്ല, ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല, ശരിയാവില്ല. നിസ്കാരത്തിന്റെ ഷർത്താണ് വുദൂ. വുദൂ ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഷർത്തും റുക്നും ഒരു കാര്യത്തിൽ ഒരുമിക്കുന്നുണ്ട്. അതെന്താണ്? ഷർത്തോ റുക്നോ ഇല്ലെങ്കിൽ ആ പറയുന്ന പ്രവൃത്തി ശരിയാവുകയില്ല. നിസ്കാരത്തിൽ വുദൂ ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നതുപോലെ, നിസ്കാരത്തിൽ സുജൂദ് ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നതുപോലെ, റുക്നോ ഷർത്തോ ഇല്ലെങ്കിൽ പ്രവർത്തനം ശരിയാവുകയില്ല. അപ്പോൾ പിന്നെ എന്താണ് ഷർത്തും റുക്നും തമ്മിലുള്ള വ്യത്യാസം? ഷർത്ത് എന്ന് പറയുന്നത് പ്രവർത്തനത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റുക്ന് എന്ന് പറയുന്നത് ആ പ്രവർത്തനത്തിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റുക്ന് പ്രവർത്തനത്തിന്റെ ഉള്ളിലായിരിക്കും, ഷർത്ത് പ്രവർത്തനത്തിന്റെ പുറത്തായിരിക്കും. നിസ്കാരത്തിന്റെ ഷർത്താണ് വുദൂ. വുദൂ നിസ്കാരത്തിന്റെ ഉള്ളിലാണോ? അല്ല, നിസ്കാരത്തിന്റെ പുറത്താണ്. നിസ്കാരത്തിന്റെ ഷർത്താണ് ശരീരത്തിലെ നജസ് വൃത്തിയാക്കുക എന്നത്. നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്? അല്ല, നിസ്കാരത്തിന് പുറത്താണ്. നിസ്കാരത്തിലേക്ക് വരുന്നതിന് മുൻപ് അത് വൃത്തിയാക്കണം. അത് ഷർത്താണ്, നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമാണ്. എന്നാൽ റുക്നുകൾ ഇതിന്റെ ഉള്ളിലായിരിക്കും. നിസ്കാരത്തിന്റെ റുക്നാണ് സുജൂദ്, നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. നിസ്കാരത്തിന്റെ റുക്നാണ് ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത്, നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. ഇതുപോലെ നിക്കാഹിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന വിഷയങ്ങളാണ് നിക്കാഹിന്റെ ഷർത്തുകളും നിക്കാഹിന്റെ റുക്നുകളും. നിക്കാഹിന്റെ റുക്നുകളെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. നിക്കാഹിന്റെ റുക്നുകൾ 4 കാര്യങ്ങളാണ്. ഒന്ന്, ഭർത്താവ്, കല്യാണം കഴിക്കുന്ന വരൻ. 2, വധു, ആ വിവാഹത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ. 3ാമത്തെ കാര്യം അൽ ഇജാബ് എന്ന് പറയും. അതായത് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഈ സ്ത്രീയുടെ രക്ഷാധികാരി, വലിയ, അദ്ദേഹം ഈ വിവാഹം നടത്തി കൊടുക്കുന്നതായി പറയുക. ഞാൻ നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുക. ഇതാണ് ഇജാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നാലാമത്തേത് അൽ ഖബൂൽ. അൽ ഖബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിക്കാഹ് ചെയ്യുന്ന വരൻ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക. 4 കാര്യങ്ങളാണ് റുക്കൻ. ഒന്ന്, വരൻ ഉണ്ടാവുക, വധു ഉണ്ടാവുക, അതുപോലെ തന്നെ വധുവിന്റെ രക്ഷാധികാരി വിവാഹം ചെയ്തു കൊടുത്തു എന്ന് വാക്കാൽ പറയുക, അതുപോലെ വരൻ ഞാൻ ഈ വിവാഹം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാക്കാൽ ഏറ്റുപറയുക. അറബിയിൽ പറയുകയാണെങ്കിൽ അസ്സൗജു വസ്സൗജതു വൽ ഇജാബു വൽ ഖബൂൽ. ഈ 4 കാര്യങ്ങളാണ് നിക്കാഹിന്റെ റുക്കൻ. ഇതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം വരനും വധുവും, ഇതില്ലാതെ നിക്കാഹ് നടക്കുകയില്ല എന്നതിൽ സംശയമില്ല. അത് പ്രത്യേകിച്ചു പറയാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിക്കാഹിൽ വരൻ ഉണ്ടായിരിക്കണം, വധുവും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം അൽ ഇജാബ്. ഇജാബ് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ വധുവിന്റെ രക്ഷാധികാരിയായ, അത് ചിലപ്പോൾ പിതാവായിരിക്കാം, അല്ലെങ്കിൽ വല്ലിപ്പയായിരിക്കാം, അല്ലെങ്കിൽ സഹോദരനായിരിക്കാം, ഇങ്ങനെ ആരെങ്കിലും വലിയായിരിക്കുന്ന ഈ സ്ത്രീയുടെ രക്ഷാധികാരിയായിരിക്കുന്നയാൾ, അയാൾ ഞാൻ നിനക്ക് എന്റെ മകളെ അതല്ലെങ്കിൽ എന്റെ കീഴിലുള്ള ഇന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയലാണ് ഇജാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാകട്ടെ വരൻ ഞാൻ ഈ വിവാഹം സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ വധുവായി സ്വീകരിച്ചിരിക്കുന്നു എന്നിങ്ങനെ അയാൾ ആ വിവാഹം സ്വീകരിച്ചതായി അറിയിക്കുന്ന വാക്ക് ഉച്ചരിക്കലാണ് ഖബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില മസ്അലകളുണ്ട്. ഒന്നാമത്തേത്, വരനും വധുവും ഉള്ള ഇത്തരം വിവാഹങ്ങളിൽ ആദ്യം പറയേണ്ടത് ഈജാബാണ്. അതാണ് ഏറ്റവും യോജിച്ചത്. ആദ്യം പെൺകുട്ടിയുടെ രക്ഷാധികാരി ഞാൻ നിനക്ക് ഇന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് ആദ്യം വധുവിന്റെ രക്ഷിതാവാണ് പറയേണ്ടത്. അതിനുശേഷം വരനാണ് അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന വാക്ക് പറയേണ്ടത്. നേരെ തിരിച്ചാക്കാൻ പാടില്ല. നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആദ്യം വരൻ പറയുകയും പിന്നീട് അതിനുശേഷം വധുവിന്റെ രക്ഷാധികാരി ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന രീതി ഒഴിവാക്കേണ്ടതാണ്. ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്താൽ ആ നിക്കാഹ് ശരിയാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വധുവിന്റെ രക്ഷാധികാരി സംസാരിക്കണം, പിന്നീട് വരൻ അത് സ്വീകരിച്ചതായി പറയണം. ഈ പറയുന്ന ഇജാബും ഖബൂലും വിവാഹം ചെയ്തു കൊടുക്കാന്ന് പറയും. ഇത് അറബി ഭാഷയിലാവുക എന്നത് ആണ് ഏറ്റവും നല്ലത്. ഈ പറയുന്ന കാര്യം അറബിയിലാവുക എന്നതാണ് ഏറ്റവും നല്ലത്. ചില മദ്ഹബുകളിൽ അത് നിർബന്ധമാണ് അറബിയിൽ പറയാന്നുള്ളത്. പ്രത്യേകിച്ച് വധുവിന്റെ രക്ഷിതാവിനും വരനും അറബി അറിയുമെങ്കിൽ, ആ പറയുന്നതിന്റെ അർത്ഥം അറിയുമെങ്കിൽ, ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് ഈ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അറബിയിൽ തന്നെ അത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ ഏറ്റവും നല്ലത് അറബിയിൽ ഈ പറഞ്ഞ വാക്കുകൾ പറയുന്നതാണ്. ഉദാഹരണത്തിന് സൗവജ്തുക ഇബ്നതി ഫുലാന, ഞാൻ എന്റെ മകൾ ഇന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അപ്പൊ അതിന് പകരമായി പലരും നിക്കാഹിന് പങ്കെടുത്ത ആളുകളാണ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരും നിക്കാഹ് ചെയ്തവരാണ്. വരൻ പറയാ ഖബിൽതു എന്ന് പറയാം, അല്ലെങ്കിൽ റദീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ എന്തെങ്കിലും പറയുക. ഇതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഈ പറയുന്ന വാക്കുകൾ വ്യക്തമായി പറയുന്നതായിരിക്കണം. വാക്ക് വ്യക്തമായിരിക്കണം, കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമായ രൂപത്തിൽ പറയണം. തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയാം.
കാരണം പിന്നീട് ഒരിക്കൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയത്തിലേക്ക് എത്താൻ ഈ പ്രയോഗങ്ങൾ കാരണമാകരുത്. ഞാനന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വിവാഹത്തിലെ വാക്കുകൾ തെറ്റായി ഉപയോഗിക്കുന്നതിലേക്ക് ഇത് കാരണമാകുമെന്നതുകൊണ്ട് വ്യക്തമായി ഈ പറഞ്ഞ വാക്ക് പറയണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, യഥാർത്ഥത്തിൽ വരനും വധുവിന്റെ രക്ഷിതാവും ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആളുകൾക്ക് അറിവില്ലാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് ഒരാൾ പറഞ്ഞു കൊടുത്താൽ തെറ്റില്ല. ചിലരുടെ ധാരണ അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വിവാഹം നടക്കില്ല എന്നാണ്. അങ്ങനെയില്ല. വരൻ പറയാണ് അല്ലെങ്കിൽ വധുവിന്റെ രക്ഷിതാവ് ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ, വേറൊരാളുടെ സഹായമില്ലാതെ അവർക്ക് തന്നെ പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഖൈർ. അതാണ് ശരിക്ക് പണ്ടുണ്ടായിരുന്ന രൂപം. എന്നാൽ അങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, ചിലപ്പോൾ അറബി അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും കല്യാണ സമയത്ത് ആകെ വറച്ചിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ചു വറച്ച് ആ സമയത്ത് വാക്ക് കിട്ടാതെയാകുമെന്ന് പേടിയുണ്ടെങ്കിൽ വേറെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ തെറ്റില്ല, അത് അനുവദിക്കപ്പെടുന്നതാണ്. ഇത്തരം വിവാഹം നടത്തി കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ആളുകൾ ചെയ്യുന്ന തെറ്റുകളിൽ അല്ലെങ്കിൽ സുന്നത്താണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വിവാഹം അതിന്റെ കരാർ പറയുന്ന സ്ഥലത്ത് നിക്കാഹ് നടക്കുന്ന ആ മേശയുടെ മുകളിൽ ഒരു ടവൽ വിരിക്കുക എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചൊരു ഇബാദത്ത് എന്ന രൂപത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ അതൊരു ബിദ്അത്താണ്. ഒരു വെള്ള ടവല് എല്ലാ ടർക്കിന്റെ മേലെയും ചിലപ്പോൾ കാണാൻ ആളുകൾ ഒരു ടവൽ വിരിച്ചിട്ട് അതിന്റെ മേലെ കൈവെക്കണം. ചില സ്ഥലങ്ങളിൽ അത് കാണാം. അത് ഒരു പ്രത്യേക ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നിക്കാഹിന്റെ സന്ദർഭത്തിൽ വരനും വധുവിന്റെ രക്ഷിതാവും കൈ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇത് പറയുക എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന് ഹദീസിൽ പ്രത്യേകിച്ച് തെളിവ് വന്നിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇത് അസ്ലില്ലാത്ത അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന സമയത്ത് വരൻ വധുവിന്റെ രക്ഷിതാവിന് കൈ ഇങ്ങനെ കൊടുത്തു വെച്ചതിന് ശേഷം രണ്ടുപേരും സംസാരിക്കാം. ഒരാൾ പറയും ഞാനിത് മകളെ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു, മറ്റേ പറയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും പറയുന്നത് കൈ കൊടുത്ത് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന അഖദ് വിവാഹ കരാർ അത് ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും നടത്തുന്നതിൽ തെറ്റില്ല. എപ്പോഴും നടത്താം. അത് പ്രത്യേകം വിലക്കപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഒഴികെ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് ഹറാമിലുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഒഴികെ ഏത് മാസത്തിലും ഏത് സമയത്തും വിവാഹത്തിന്റെ കരാർ നടത്താവുന്നതാണ്, വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. ചില ആളുകൾ മുഹറം മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ പറ്റില്ല എന്ന് പറയുന്നത് കാണാം, നഹ്സാണ് എന്ന് പറയുന്നത് കാണാം. പല വീടുകളിലും കല്യാണം തീരുമാനിക്കുന്നത് തന്നെ ഒരു 10 ആള് ഭാര്യന്റെ വീട്ടിൽ നിന്ന്, ഒരു 10 ആള് പുതിയാപ്പളുടെ വീട്ടിൽ നിന്ന്, എന്നിട്ട് ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് കലണ്ടർ എടുത്തു നോക്കും, നഹ്സുള്ള ദിവസം ഏതാണ്. അങ്ങനെ ഒരു നഹ്സ് എന്ന് പറയുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഏത് ദിവസവും വിവാഹം കഴിക്കാം. എല്ലാ ദിവസവും വിവാഹം കഴിക്കുന്നതിന് അനുവദനീയമായ ദിവസമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഷവ്വാൽ മാസത്തിലെ വിവാഹം അവർ മോശമായി കണ്ടിരുന്നു. ഷവ്വാൽ മാസത്തിൽ വിവാഹം കഴിക്കാന്നുള്ളത് റമദാൻ കഴിഞ്ഞ് തൊട്ടുടനെയുള്ള മാസം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഷവ്വാൽ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിവാഹം കഴിച്ചത് ഷവ്വാലിലാണ്. വബനാ ബി ഫീ ഷവ്വാൽ, ഞാനുമായി വീട് കൂടിയത് ഷവ്വാലിലാണ്. فأي نساء رسول الله صلى الله عليه وسلم كان أحظى عنده مني. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ അവിടത്തേക്ക് എന്നെക്കാൾ ഇഷ്ടമുള്ള മറ്റാരാണുള്ളത്? ഷവ്വാലിൽ വിവാഹം കഴിച്ചാൽ നിലനിൽക്കില്ല എന്നാണ് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ധരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, എന്നെ കല്യാണം കഴിച്ച ഷവ്വാലിലാണ്, ഞാനുമായി വീട് കൂടിയത് ഷവ്വാലിലാണ്, എന്നെക്കാൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഭാര്യ വേറെ ഏതാണുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ വിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നതിനാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഷവ്വാലിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് തിരുത്തുന്നതിന് വേണ്ടി.
അപ്പൊ ഇത്തരം നഹ്സ് വിചാരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ മറ്റോ ആ പറഞ്ഞതിന് യാതൊരു തെളിവും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് പിന്നീട് തലാഖിന്റെ വിഷയത്തിൽ ഇത് വരാനുള്ളതാണ്. നിക്കാഹിന്റെ വാക്കുകൾ, ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവൾ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് അത് തമാശയായി പറയാവുന്ന ഒരു വാക്കല്ല. ഹദീസുകളിൽ കാണാം 3 കാര്യങ്ങൾ, അതിലെ തമാശയും കാര്യമാണ്. ഇതിൽ തമാശ പറഞ്ഞാലും അത് കാര്യമായി പരിഗണിക്കും. അതിൽപ്പെട്ടതാണ് നിക്കാഹ് നടത്തി കൊടുക്കുക എന്ന കാര്യം. എന്റെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് തമാശക്ക് പറഞ്ഞു കളിക്കരുത്. കാരണം ഇത്തരം അഖദിന്റെ വാക്കുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതിലെ തമാശയും കാര്യമാണ്. അതായത് തമാശ കാര്യമാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചു കൊടുക്കും, കുറച്ചു ദിവസം കഴിഞ്ഞാൽ അയാൾ പറയും ഞാൻ തമാശക്ക് പറഞ്ഞാന്ന് പറയും. അതല്ലെങ്കിൽ ഒരാൾ തലാഖ് ചെല്ലും, കുറച്ചു ദിവസം കഴിഞ്ഞാൽ പറയും ഞാൻ തമാശക്ക് പറഞ്ഞാന്ന് പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹജ്ലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങൾ, അത് കാര്യമായി പറഞ്ഞാലും കാര്യമാണ്, തമാശക്ക് പറഞ്ഞാലും കാര്യമാണ്. അതിലൊന്നാണ് നിക്കാഹ്. നിക്കാഹ് തമാശക്ക് പറയാവുന്ന കാര്യമല്ല. ചില ആളുകൾ ഏതെങ്കിലും നാടുകളിൽ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി, പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലോ മറ്റോ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായി നിക്കാഹ് നടത്തും. ഇത് ഇങ്ങനെ തമാശയാക്കാവുന്ന, നിസ്സാരമാക്കാവുന്ന കാര്യമല്ല വിവാഹം എന്നത്. അതല്ലെങ്കിൽ കുട്ടികൾ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ വലിയ പ്രായത്തിലുമൊക്കെ നാടകത്തിൽ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കും. ഉപയോഗിക്കാൻ പാടില്ല. നിക്കാഹിന്റെ വാക്കുകൾ തമാശക്ക് പറയാവുന്ന വാക്കുകളല്ല. അതുപോലെ തന്നെയാണ് തലാഖിന്റെയും വാക്കുകൾ. അതുപോലെ തന്നെയാണ് തലാഖ് ചെയ്താൽ സ്ത്രീയെ തിരിച്ചെടുക്കുന്ന വാക്കും. ഇതൊന്നും തമാശക്ക് പറയാവുന്ന വാക്കുകളല്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം പിന്നീട് തലാഖുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളിൽ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു സ്ത്രീ ഹായിദാകുന്ന സന്ദർഭത്തിൽ, ഹൈദുള്ള സന്ദർഭത്തിലും അവളെ വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അവളുമായി നിക്കാഹ് നടത്തുന്നത് അനുവദനീയമാണ്. ചില ആളുകൾക്ക് വ്യാപകമായി ഇല്ല എങ്കിലും ചിലർക്ക് തെറ്റിദ്ധാരണയുള്ള വിഷയങ്ങളിൽ ഒന്നാണത്. സ്ത്രീക്ക് ഹൈദായാൽ ആ സന്ദർഭത്തിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനവുമില്ല. സ്ത്രീക്ക് ഹൈദുണ്ടെങ്കിലും വിവാഹം നടത്താം. വിവാഹം നടത്താം എന്ന് മാത്രമല്ല, അവളുമായി വീട് കൂടുക വരെ ചെയ്യാം. പാടില്ലാത്തത് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന വിവാഹത്തിന്റെ ഇജാബും കബൂലും, രക്ഷിതാവ് പറയുന്ന വാക്കൊക്കെ ഈ പറഞ്ഞ നിക്കാഹ് നടത്തുക എന്നുള്ളത്, നമ്മുടെ നാട്ടിൽ നിക്കാഹ് എന്ന് പറയുന്ന കാര്യം, നിക്കാഹ് എന്നത് മസ്ജിദിൽ വെച്ച് നടത്തുന്നത് അനുവദനീയമാണ്, ജായിസാണ്. പക്ഷേ മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്ന സന്ദർഭത്തിൽ മസ്ജിദുമായി ബന്ധപ്പെട്ട അദബുകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് ആണുപെണ്ണും കൂടിക്കലരുക, അതിൽ മസ്ജിദിന്റെ ഉള്ളിൽ ഒച്ചത്തിൽ വർത്തമാനവും തമാശയും, അങ്ങനെ മസ്ജിദിനെ ഓഡിറ്റോറിയമാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. മസ്ജിദിൽ വെച്ച് വിവാഹം നടത്തുന്നത് അനുവദനീയമാണ്. എന്നാൽ നടത്തുകയാണ് എങ്കിൽ അത് അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് ഒരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബിദ്അത്താണ്. മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് യാതൊരു പ്രത്യേകതയില്ല. നടത്തുന്നത് അനുവദനീയമാണ്, നടത്താമെന്ന് മാത്രം. ചില ആളുകൾ മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാണാം. അത് പ്രത്യേകം പരിഗണിക്കപ്പെടാൻ മാത്രം ഒരു ശ്രേഷ്ഠതയുള്ള കാര്യമല്ല, മറിച്ച് കേവലം അനുവദനീയ മാത്രമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ കൂടുതൽ വിശദമാക്കാതെ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിക്കാഹിന്റെ സന്ദർഭങ്ങളിൽ വൃത്തികേടുകൾ, ഹറാമുകൾ,
തെറ്റുകൾ, മോശത്തരങ്ങൾ, തോന്നിവാസങ്ങൾ നടമാടുന്നത് നമ്മൾ വിലക്കണം. സാധ്യമാവുന്ന രൂപത്തിലെല്ലാം അത് അകറ്റി നിർത്തണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ഇറങ്ങേണ്ട സ്ഥാനവും സമയവുമാണിത്. ആ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹനെ ധിക്കരിച്ചാൽ എന്തു ബറക്കത്താണ്, അള്ളാഹുവിന്റെ എന്ത് അനുഗ്രഹമാണ് ഈ വിവാഹത്തിലുണ്ടാവും. ചില ആളുകൾ നിക്കാഹിന്റെ വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉടനെ പടക്കം പൊട്ടും, അതല്ലെങ്കിൽ ഉടനെ ഡാൻസ് തുടങ്ങും, ഉടനെ ആർത്തി വിളിക്കാൻ തുടങ്ങും. ചില ആളുകൾ അവിടെ ഉണ്ടായിട്ടുള്ള അലങ്കാരങ്ങൾ പിടിച്ചു വലിച്ച് തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ ചെയ്യുന്ന ഇത്തരം ആളുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയാണ്, എന്ത് നന്മയാണ് അവരതിൽ കാണുന്നത്. അല്ലാഹു അലം. സമൂഹത്തിലെ വയസ്സ് ചെന്ന, പ്രായം ചെന്ന ആളുകൾ ഇതിനെ തിരുത്തണം. നമ്മുടെ സമൂഹം ഈ കാര്യത്തിൽ വളരെ മോശമായത് ഇത്തരം സദസ്സുകളിൽ വയസ്സ് ചെന്ന ആളുകൾ ചിരിച്ച മുഖവുമായി ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു 2 അമ്മാവന്മാർ അവിടുന്ന് എണീച്ചു പോയാൽ നിർത്തട അത് ഇവിടെ എന്ന് പറഞ്ഞാൽ അതവിടെ സ്റ്റോപ്പാവും, പിന്നെ അവിടെ നടക്കൂല. പക്ഷെ ആർക്കും പറയാനുള്ള ഞെട്ടലില്ല, എല്ലാവരും അത് കണ്ടിരിക്കാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രയെത്ര വിവാഹങ്ങളാണ് തലാഖായി പോകുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എത്ര വിവാഹങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപക്ക് വീട്ടുകാരുണ്ടാക്കി വെച്ച കാര്യങ്ങൾ, അയാളുടെ റൂം നശിപ്പിക്കുക. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഫിത്രത്ത് നശിച്ചുപോയ വൃത്തികെട്ട മനസ്സുള്ള ആളുകൾ വിവാഹം കഴിക്കുന്ന ദിവസം തന്നെ പുതിയാപ്പള പുതിയ എണ്ണിനെ കൊണ്ട് ബാക്കിയുള്ള കൂട്ടുകാരുടെ മുന്നിൽ ഡാൻസ് ചെയ്യിപ്പിക്കുക, പാട്ട് പാടിപ്പിക്കുക. ഇവനൊക്കെ എന്തിനാണ് കല്യാണം കഴിച്ചത്? അവൻ എങ്ങനെയാണ് ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? അന്ന് തന്നെ പെണ്ണിനെ അവിടുന്ന് കൊണ്ടുവരണം. ഇത്തരം വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ വിവാഹം കഴിക്കാൻ അർഹതയായിട്ടില്ല. അപ്പോൾ സ്ത്രീകൾ, അവനവന്റെ ഭാര്യമാർ, പെങ്ങന്മാർ, അവരെ ഈ രൂപത്തിൽ വൃത്തികേടുകൾക്ക് വിട്ടുകൊടുക്കുക എന്നത് വിവാഹം നശിച്ചു പോകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, തലാഖ് ഇത്രയധികം വർദ്ധിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് നിക്കാഹ് നടക്കുന്ന സന്ദർഭങ്ങളിൽ നടമാടുന്ന ഇത്തരം വൃത്തികേടുകളാണ്. പല വിവാഹങ്ങളും മുന്നോട്ട് പോകുന്നേയില്ല. അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, എല്ലായിടത്തും അതാണെന്നല്ല, അതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ നിക്കാഹിൽ നടമാടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? സാധാ ഒരു പേന വാങ്ങിക്കുമ്പോൾ, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കച്ചവടത്തെ കുറിച്ച് റസൂൽ പറഞ്ഞത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ. കച്ചവടം നടത്തുന്ന 2 ആളുകൾ അവർക്ക് ആ കച്ചവടത്തിൽ നിന്ന് പിന്തിരിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതുവരെ? മാ ലം യതഫറഖാ. ആ കച്ചവടത്തിൽ നിന്ന് അവർ ചെയ്ത് 2 പേരും പിരിഞ്ഞു പോകുന്നത് വരെ. ഒരു സാധനം വാങ്ങിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. വാങ്ങിച്ച് നോക്കുന്നതിന് മുൻപ് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ ഇറങ്ങിപ്പോവാ. എന്നിട്ട് ആ ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഇൻ സദഖാ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. അവർ സത്യം പറയുകയും അതുപോലെ തന്നെ നന്മ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. വാങ്ങിച്ചവന് അവന്റെ ആ സാധനത്തിൽ ബറക്കത്തുണ്ടാവും, വിറ്റവന് അവന് കിട്ടിയ പണത്തിൽ ബറക്കത്തുണ്ടാവും. കച്ചവടത്തിന്റെ കാര്യമാണ്. വഇൻ കതമ വകദബ മുഹിഖത് ബറകതു ബൈഇഹിമാ. അവർ മൂടി വെക്കുകയും കളവ് പറയുകയും ചെയ്താൽ അവരുടെ കച്ചവടത്തിലെ ബറക്കത്ത് അള്ളാഹു എടുത്തു നീക്കിക്കളയും. വിവാഹം ഒരു നിരക്ക് ഒരു കരാറാണ് അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിച്ചത് മീസാഖുൻ ഗലീദ്, അങ്ങേയറ്റം ഗൗരവമുള്ള കരാർ എന്നാണ്. അത് നടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ വൃത്തികേടുകൾ, തോന്നിവാസങ്ങളാണ് നടമാടുന്നത്. വിവാഹത്തിന്റെ അന്ന് നടക്കാത്ത കാര്യങ്ങളില്ല എന്ന സമൂഹത്തിൽ. അള്ളാഹു മുസ്തആൻ. അത് സഹോദരങ്ങളെ പ്രത്യേകം കൂടുതലൊന്നും വിശദീകരിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയില്ല എന്തൊക്കെ തെറ്റുകളുള്ളത്. അത്തരം വൃത്തികേടുകൾ നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് നമ്മൾ തടുക്കണം. അവനാന്റെ വിവാഹത്തിലെങ്കിലും തടുത്തെത്തും. കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെടാൻ പറ്റില്ല. നമ്മളെ വിവാഹത്തിലെങ്കിലും, നമ്മളെ വീട്ടിലുള്ള നമ്മളെ മോന്റെ വിവാഹം, നമ്മുടെ മകളുടെ വിവാഹം, അത് നടത്തുന്ന നമ്മളാണ്. അപ്പോൾ പോലും ആളുകൾ ഈ രൂപത്തിൽ പേടിക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ അവസ്ഥ അത്ഭുതമാണ്. തിന്മ ചെയ്യാൻ അവർക്ക് ആരെയും പേടിയില്ല, ഒരാളും പേടിയില്ല. ഈ പറഞ്ഞ തെമ്മാടി കൂട്ടങ്ങൾക്ക് വീട്ടിൽ കയറി സാധനം പൊട്ടിക്കാൻ ഒരാളെ പേടിയില്ല, കസേര അടിച്ചു പൊളിക്കാൻ പേടിയില്ല,
വൃത്തികേട് ചെയ്യാൻ പേടില്ല. അതിനെതിരെ ഒരു അക്ഷരമുണ്ടാണ് അള്ളാനെ പേടിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പേടി. എന്തൊരു കാലഘട്ടമാണ് സുബ്ഹാനല്ലാഹ് ഇത്. തിരിച്ച് അവരാണ് പേടിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ അല്ലെ, അവനാന്റെ വീട്ടിൽ കല്യാണം നടത്തുമ്പോൾ ഒരേ ആൾക്കാർ പറയുന്നത് അയാളാപ്പാക്ക് പറ്റൂല, അളാമാക്ക് പറ്റൂല, അവര് കല്യാണത്തിന് വരില്ല, ഒരു കല്യാണത്തിന് വരില്ല. ആര് കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ ഈ തോന്നിവാസം വീട്ടിൽ നടത്തരുത്. നമ്മുടെ വിവാഹങ്ങൾ തകരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ ധിക്കാരങ്ങൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തോന്നിവാസങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് സഹോദരങ്ങളെ നിക്കാഹിന്റെ റുക്നുകൾ? നിക്കാഹിന്റെ ഷർത്തുകൾ 4 കാര്യങ്ങളാണ്. ഒന്ന് തഅയീനു സൗജൈൻ. തഅയീനു സൗജൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവുമാകാൻ പോകുന്ന വരനും വധുവും അവരെ രണ്ടുപേരെയും വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ അവരുടെ പേര് വ്യക്തമാക്കണം. വിവാഹം കഴിക്കുമ്പോൾ അവരെ വ്യക്തമാവുന്നതും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. 2 റിള സൗജൈൻ, വധുവിനും വരനും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. 3 അൽ വലിയു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന സ്ത്രീയുടെ രക്ഷാധികാരി അയാൾ ഉണ്ടായിരിക്കണം. 4 അഷ്ഷഹാദത്തു, 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം. ഇതാണ് വിവാഹം ശരിയാകാനുള്ള നിബന്ധനകൾ. 4 കാര്യം ഉണ്ടാവും. ഒന്ന് തഅയീനു സൗജൈൻ, വധുവിനെയും വരനെയും വ്യക്തമാകുന്ന രൂപത്തിൽ പറയണം. പേര് പറയുകയോ അതല്ലെങ്കിൽ അവർ മറ്റുള്ള ആളുകളിൽ നിന്ന് അവരെ വേറിട്ട് നിർത്തുന്ന രൂപത്തിൽ തന്നെ അവരെ പേര് പറയണം. ഉദാഹരണത്തിന് ഒരാൾക്ക് 4 പെൺമക്കളുണ്ട്. അയാൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ പറയാം, ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇതിൽ ഏത് മകളാണ് അറിയില്ല. അപ്പൊ എന്റെ മകൾ ഫാത്തിമ എന്നാണ് പേരെങ്കിൽ എന്റെ മകൾ ഫാത്തിമയെ ഞാനിതാ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ഈ പറഞ്ഞ രൂപത്തിൽ വ്യക്തമായി വധുവിന്റെയും വരന്റെയും പേര് പറയണം. വേറെ ആരെങ്കിലും വലിയ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരും. ചുരുക്കത്തിൽ വധുവിന്റെയും വരന്റെയും പേര് വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ പറയണം. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ചൂണ്ടി പറയണം, ചൂണ്ടണം. ഇന്നയാൾക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് അയാൾ ചൂണ്ട. ഇത് വ്യക്തമാകുന്ന രൂപത്തിൽ പറയണം. ഇത് വ്യക്തമാകുന്ന രൂപത്തിൽ പറയണമെന്ന് പറയാൻ പണ്ടൊക്കെ വ്യാപകമായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും അനിയത്തിനെ കാണിച്ച് ജ്യേഷ്ഠത്തിന് കല്യാണം കഴിക്കാൻ പറയും. അനിയത്തിനെ ഇരിക്കുമ്പോൾ വന്നിട്ട് കണ്ടുണ്ടാവുക. വിവാഹത്തിന്റെ അന്ന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു തന്നിരിക്കും എന്ന് പറയും. ഉദ്ദേശിക്കുന്ന ആരെയാണ്? ജ്യേഷ്ഠത്തിനെയാണ്. കാരണം വീട് കൂടുന്ന സമയത്ത് കാണാൻ വരുന്നത് ജ്യേഷ്ഠത്തെയാണ്. അങ്ങനെ പലപ്പോഴും സംഭവിച്ച ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ അവ്യക്തതകൾ ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നിക്കാഹ് എന്നത് അതിലെ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായ രൂപത്തിലാവുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. കാരണം ഇത് ഒരു സ്ത്രീയെ നിനക്ക് അനുവദനീയമാക്കി തരുന്ന കാര്യമാണ്. ഇത് ശറഅ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാന്റെ ദീനിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ട്. അല്ലെ, ഒരു മനുഷ്യൻ അയാൾ എന്തെങ്കിലും ഹുഖൂഖുകൾ, എന്തെങ്കിലും അവകാശങ്ങളോ മറ്റോ തടുത്തു വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അയാൾക്കെതിരെ സാക്ഷി പറയാൻ എത്ര ആൾ മതി? 2 ആൾ മതി. എന്നാൽ വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിലോ 4 സാക്ഷി വേണം, 2 പേര് പോരാ. കാരണം ഇത്തരം വിഷയങ്ങളിൽ ശരീഅത്ത് കൂടുതൽ ശക്തമായ നിയമങ്ങൾ വെച്ചതായി കാണാം. വിവാഹത്തിന്റെ കാര്യത്തിൽ ഇത് പറയുന്ന സമയത്ത് ഉച്ചരിക്കുന്നത് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പേര് അതല്ലെങ്കിൽ ഈ പറഞ്ഞ വരന്റെ പേര് വ്യക്തമാവുന്ന രൂപത്തിൽ പറയണം. 2ാമത്തെ കാര്യം റിള സൗജൈൻ. 2ാമത്തെ ഷർത്ത് നിബന്ധന അതാണ്, റിള അസ്സൗജൈൻ. വരനും വധുവിനും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞതിൽ 2 പേർക്കും തൃപ്തിയില്ലെങ്കിൽ അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് തൃപ്തിയില്ലെങ്കിൽ ആ വിവാഹം മിക്ക സന്ദർഭങ്ങളിലും ശരിയാവുക തന്നെയില്ല. വരന് തൃപ്തി ഉണ്ടായിരിക്കണം വിവാഹത്തിൽ, വധുവിനും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. ഇത് വിവാഹം ശരിയാകാനുള്ള നിബന്ധനകൾപ്പെട്ടതാണ്. കാരണം എന്താണ്? വിവാഹം കഴിക്കുന്നത് ഈ 2 പേരുമാണ്, വധുവും വരനുമാണ്. അവർക്ക് തൃപ്തിയില്ലാതെ അവർ നിർബന്ധിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണത്തെക്കാൾ ഏറെ ഉപദ്രവമാണ് ഉണ്ടാവും. അതുകൊണ്ട് വരനും വധുവിനും ഇതിൽ തൃപ്തി ഉണ്ടാകണം എന്നത് നിബന്ധനയാണ്, ഷർത്താണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹൻസ ബിൻത് ഖിസാം അൽ അൻസാരിയ അവർ പറയുന്നു, അവരുടെ പിതാവ് അവർ വിധവയായിരിക്കെ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരുടെ പിതാവ് അവരുടെ തൃപ്തിയില്ലാതെ അവരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു. ഫറദ്ദ നിക്കാഹഹു, റസൂലുള്ള ആ നിക്കാഹ് അത് ബാത്തിലാക്കി, അത് ദുർബലമാക്കി കളഞ്ഞു. എന്താ കാരണം? ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ തൃപ്തിയില്ലാതെയാണ് വിവാഹം നടന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുന്നു, അന്ന ജാരിയതൻ ബിക്റൻ അതതി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കന്യകയായ പെൺകുട്ടി റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു. നേരത്തെ പറഞ്ഞു വിധവയുടെ കാര്യമാണെങ്കിൽ ഇപ്പൊ പറയുന്നത് കന്യകയായ പെൺകുട്ടി, വിവാഹം കഴിക്കാത്ത പെൺകുട്ടി റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു. അവൾ പറഞ്ഞു, അന്ന അബാഹ സവ്വജഹ വഹിയ കാരിഹ, അവൾക്ക് താല്പര്യമില്ലാത്ത വിവാഹം അവളുടെ പിതാവ് നടത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹിയോട് അവൾ വന്നു പറഞ്ഞു. ഫഖയ്യറഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ കല്യാണം അതുപോലെ തന്നെ നടക്കട്ടെ, അത് തുടർന്നു പോകാം. നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വിവാഹം ഞാൻ ദുർബലപ്പെടുത്തി തരാം. റസൂൽ ഖാദിയാണ്, റസൂൽ അവിടുത്തെ ഹാക്കിമാൻ, വിധികർത്താവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇപ്പൊ വധുവിന്റെ തൃപ്തി, വരന്റെ തൃപ്തി നന്നായി ശ്രദ്ധിക്കണം. പുരുഷന്മാരെ ഒരിക്കലും ആൺകുട്ടികളാണെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുക എന്ന് തീരെ പാടില്ല, ഒരിക്കലും പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം കഴിക്കാൻ വലിയന്റെ ആവശ്യമില്ല, രക്ഷാധികാരിയുടെ ആവശ്യമില്ല, അവർക്ക് സ്വയം തന്നെ വിവാഹം കഴിക്കാവുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു പിതാവിന് തന്റെ മകനോട് നീ ഇന്ന ഭക്ഷണം തന്നെ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല എന്നതുപോലെ ഇന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നും പറയാൻ പാടില്ല. നീ ചപ്പാത്തി തന്നെ തിന്നണം, നീ അതിന് ഇന്ന കറി തന്നെ ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരും ഇഷ്ടമാണ്. അതുപോലെ മകനോട് നീ ഇന്ന പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കാൻ പിതാക്കന്മാർക്ക് അവകാശമില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കൾ, ആൺകുട്ടികൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് കളയണമെന്നല്ല, മറിച്ച് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാം. അവരെ തൃപ്തിപ്പെടുത്തുന്നതിൽ വലിയ നന്മയുണ്ട്. അവരുടെ തൃപ്തിയോടുകൂടി വിവാഹം കഴിക്കുന്നത് മുന്നോട്ടുള്ള കുടുംബ ജീവിതത്തിൽ വളരെ എളുപ്പം നൽകുന്ന കാര്യമാണ്. അവരായിട്ട് തെറ്റി പ്രശ്നമായി വിവാഹം കഴിക്കുന്നത്, കാരണം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഈ പറഞ്ഞ കുടുംബക്കാരൊക്കെ നമുക്ക് ആവശ്യം വരും. വാപ്പാൻ ആവശ്യം വരും, ഉമ്മാൻ ആവശ്യം വരും, കുടുംബക്കാരെ ആവശ്യം വരും. അപ്പോൾ അവരുടെ തൃപ്തിയോടുകൂടി വിവാഹം കഴിക്കാൻ സാധിക്കുമെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് നല്ലത്, അതാണ് ഏറ്റവും യോജിച്ചത്. എന്നാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം പിതാവ് ഒരിക്കലും മകനെ നിർബന്ധിക്കാൻ പാടില്ല. ഇതേ കാര്യം തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യത്തിലുമുള്ളത്. പെൺകുട്ടികളുടെ കാര്യത്തിൽ അവൾക്ക് യോജിച്ച വരൻ അവളെ ആലോചിച്ചു വന്നാൽ ശർഈയായ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ അവളെ ആ വിവാഹത്തിൽ നിന്ന് തടയാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വലിയായ ഒരാൾ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കുന്നത് തടയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവൾ പറയാൻ എനിക്ക് കോളേജിൽ ഒരു ചെക്കൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എന്നാ കെട്ടിക്കോ എന്ന് പറയാൻ പാടില്ല എന്നല്ല, മറിച്ച് അവൾക്ക് അനുയോജ്യനായ ശർഈയായി പ്രത്യേകിച്ചൊരു പ്രശ്നവും കാണാൻ കഴിയാത്ത ഒരാൾ അവൾക്ക് വിവാഹാലോചനയുമായി വന്നു, അതിലവൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ പ്രത്യേകിച്ചൊരു ശർഈയായ മതപരമായ ഒരു കാരണമില്ലാതെ അവളെ ആ വിവാഹത്തിൽ നിന്ന് തടുത്തു വെക്കാനോ മറ്റാരെയെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കാനോ പാടില്ല. ഇത് നന്നായി ശ്രദ്ധിക്കണം. അതല്ലാതെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് കോളേജുകളിലും മറ്റും നടക്കുന്ന പ്രേമബന്ധങ്ങൾ കാണുന്ന ഉടനെ വിവാഹം നടത്തി കൊടുക്കണം എന്നല്ല, മറിച്ച് ഒരു പെൺകുട്ടി അവൾക്ക് കുഫ്ആയ അവൾക്ക് യോജിക്കുന്ന ഒരു വരൻ വന്ന്, ചില ആളുകൾ, ചില പിതാക്കന്മാർ അനാവശ്യമായ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിവാഹം നടത്തി കൊടുക്കില്ല. ചിലപ്പോ പറയും ഇയാൾക്ക് പൈസ അല്ല, അതല്ലെങ്കിൽ പിന്നെ അവൾ കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കട്ടെ, വീട്ടിൽ ആവശ്യമുണ്ട്,
ഇങ്ങനെ ശർഈയായ അനാവശ്യമായ കാരണങ്ങളാൽ പെൺകുട്ടിയെ തടുത്തു വെക്കാൻ പാടില്ല. അവളുടെ വിവാഹം തടഞ്ഞു വെക്കാൻ അനുവാദമില്ല. ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കുന്നതാണ്. അങ്ങനെ യോജ്യമായ വിവാഹങ്ങളിൽ നിന്നെല്ലാം ഒരു പെൺകുട്ടിയെ ഒരാൾ തടുത്തു വെച്ചാൽ അയാളുടെ വിലായത്ത് അതോടുകൂടി അവസാനിക്കും. വാപ്പ മകളെ ഒരാൾക്കും കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല. അനുയോജ്യമായ വിവാഹാലോചനകൾ ഒക്കെ ഇയാൾ തടുക്കുകയാണ്, ഒക്കെ ഇയാൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ വാപ്പ പെൺകുട്ടിയുടെ വിവാഹം പരിപൂർണമായി തടസ്സപ്പെടുത്തിയാൽ വാപ്പയുടെ താഴെ അടുത്ത വിലായത്തുള്ള ആളാരാണോ, അടുത്ത രക്ഷാധികാരമാർക്കാണോ അവർക്ക് എന്ത് ചെയ്യാം, ഈ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് അതിന്റെ വിധികൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ അവിടുന്ന് എത്രമാത്രം സ്ത്രീകളുടെ ഇഷ്ടം പരിഗണിച്ചിരുന്നു എന്നത് ഹദീസിൽ നിന്ന് വ്യക്തമാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാൾ മാന്യനായ, അവിടുത്തേക്കാൾ ഒരാൾ ആഗ്രഹിക്കുന്ന, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന മറ്റാരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ ഖുറൈശികളിൽപ്പെട്ട ഷൗദ എന്നു പേരുള്ള ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ അവരെ വിവാഹം ആലോചിച്ചു. ഒരു വിധവയാണ്, അവർക്ക് കുട്ടികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ആലോചിച്ചു, ഈ സ്ത്രീയെ വിവാഹം ആലോചിച്ചു. വകാനത് മുസ്ബിയതൻ, അവർക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ആ സമയത്ത് 5 കുട്ടികളുണ്ട്. അവരുടെ ഭർത്താവാകട്ടെ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വല്ലാഹി യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു തന്നെ സത്യം, മാ യംനഉനി മിൻക അല്ലാ തകൂന അഹബ്ബൽ ബറിയതി ഇലൈ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ താങ്കളായി മാറുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം എന്റെ ഈ കുട്ടികളാണ്. എനിക്ക് 5-6 കുട്ടികളുണ്ട്, ചില വിഭാഗത്തിൽ 6 കുട്ടികളാണ്. അതുകൊണ്ട് റസൂലെ, അവരെ നോക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങളെ ഞാൻ നോക്കിയാലാകട്ടെ എനിക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല്, അങ്ങാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ആള്. പക്ഷേ അങ്ങേ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന എന്താണ്? എനിക്ക് 3 മക്കളുണ്ട്. ഈ കുട്ടികളെ നോക്കാൻ ഞാൻ അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങളെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങേ ഞാൻ ശ്രദ്ധിച്ചാലാകട്ടെ ഈ കുട്ടികളെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീണ്ടും ചോദിച്ചു, അതല്ലാതെ മറ്റൊരു കാര്യവും എന്നെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് തടസ്സമായില്ല? അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് തടസ്സമായില്ല. വേറെ ചില റിവായത്തുകളിൽ കാണാം അവർക്ക് കുറച്ച് പ്രായമുണ്ടായിരുന്നു, റസൂലുള്ളാഹിയേക്കാൾ പ്രായമുണ്ടായ നല്ല വയസ്സുണ്ടായിരുന്നു. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ, അബൂ താലിബിന്റെ മകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർഹമുകില്ലാഹ്, അല്ലാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ. ഇന്ന ഖൈറ നിസാഇൻ റകിബ്ന അജാസൽ ഇബ്ലി സാലിഹു നിസാഇ ഖുറൈശ്, ഖുറൈശികളുടെ സ്ത്രീകളാണ് അറബികളുടെ സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ. എന്താ അവർ ഏറ്റവും നല്ല സ്ത്രീകളാവാനുള്ള കാരണം? 2 പ്രത്യേകതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞത്. ഒരു സ്ത്രീ ഏറ്റവും നല്ല സ്ത്രീ ആവാൻ 2 വഴിയാണ്. അവർ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അഹ്നാഹു അലാ വലദിൻ ഫി സിഗർ, കുട്ടികളോട് അവരുടെ ചെറിയ പ്രായത്തിൽ ഏറ്റവും അനുകമ്പ കാണിക്കുന്നവർ അവരാണ്. വറആഹു അലാ ബഅലിൻ ബിദാതി യദ്, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനോട് ഏറ്റവും പരിഗണനയും ശ്രദ്ധയും കൊടുക്കുന്നവരും അവരാണ്. നമുക്കൊരു സ്ത്രീയെ ഏറ്റവും നല്ല സ്ത്രീയാണ് എന്ന് പറയാൻ 2 കാര്യങ്ങൾ എടുത്തത്. ഒന്ന്, ചെറിയ കുട്ടികൾ, അവരോട് അനുകമ്പ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ഏറ്റവും അനുകമ്പയോടുകൂടി വളർത്തിക്കൊണ്ടുവരാം. ഇത് ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളെ വളർത്തുന്നതിൽ ഉമ്മയിൽ നിന്നാണ് മിക്ക സന്ദർഭത്തിലും മക്കൾ കാരുണ്യവും അനുകമ്പയും അതുപോലുള്ള മിക്ക സ്വഭാവങ്ങളും കുട്ടികൾ പഠിക്കുക ഉമ്മയിൽ നിന്നാണ്, ആപ്പയിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ. അത് അവരിൽ നിന്ന് പഠിക്കണമെങ്കിൽ അവർ ഈ പറഞ്ഞ സ്നേഹം, അനുകമ്പ കുട്ടികളോട് കാണിക്കണം.
വഅർആഹു അലാ ബഅലിൻ ബിദാതിയതി, അതുപോലെ തന്നെ തന്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധയുള്ളവരും ഈ പറഞ്ഞ സ്ത്രീകളാണ്. രണ്ട് കാര്യമാണ്. ഭർത്താവിനെ പരിചരിക്കുന്നതിലുള്ള ശ്രദ്ധ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കുറിച്ച് പറയപ്പെട്ടതുപോലെ അവർ ഉമറിന്റെ താല്പര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് എന്താണ് എന്ന് ചോദിച്ചറിയുമായിരുന്നു എന്നാണ്. അതേപോലെ കുട്ടികൾ അവരെ പരിചരിക്കുന്നതിലുള്ള ശ്രദ്ധ. ഇത് രണ്ടും ഒരു സ്ത്രീയെ ഏറ്റവും നല്ലവളാക്കി മാറ്റുന്ന രണ്ട് വിശേഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞു വന്നത്, ഈ വിവാഹത്തിൽ നിന്ന് റസൂലുള്ളാഹ് പിന്മാറി. എന്താണ് കാരണം? ആ സ്ത്രീ അവർ ആ വിവാഹത്തിന് വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിക്കുകയാണ്. റസൂലുള്ളാഹിയേക്കാൾ നല്ല വരൻ വേറെ ഏതാണുള്ളത്? പക്ഷേ ഒരു സ്ത്രീയുടെ സമ്മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിഗണിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ, പെൺകുട്ടികൾ, കീഴിലുള്ള രക്ഷിതാക്കൾ, പിതാക്കന്മാർ, ആങ്ങളമാർ, അവരിത് നന്നായി ശ്രദ്ധിക്കണം. എന്റെ കീഴിലുള്ള പെൺകുട്ടിക്ക് അവൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടോ എന്ന കാര്യം ചോദിച്ചറിയണം. നമ്മൾ കഴിഞ്ഞ തവണ ഹദീസിൽ വന്നതുപോലെ തുസ്തഅമറു അൽ ബിക്റു വസയ്യിബ്, പെൺകുട്ടികൾ അവരോട് അനുവാദം ചോദിക്കുക എന്നത് നിർബന്ധമാണ്. കന്യകകളാണ് എങ്കിൽ അവർ നിശബ്ദത പാലിച്ചാൽ, മൗനം പാലിച്ചാൽ അവരുടെ സമ്മതമാണ് അത് എന്ന് പരിഗണിക്കാം. വിധവകളാണ് എങ്കിൽ അവർ വ്യക്തമായി അവരുടെ വാക്കുകൊണ്ട് തന്നെ പറയണം, എനിക്ക് വിവാഹത്തിന് സമ്മതമുണ്ട് എന്ന് പറയണം. ഇത് അവരോട് അനുമതി ചോദിക്കുകയും അവരുടെ അനുമതിയോടുകൂടി മാത്രം വിവാഹം നടത്താൻ പാടും. അനുമതിയില്ലാതെ വിവാഹം നടത്തിയാൽ, അവൾക്ക് താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞാൽ, ആ വിവാഹം ഫസ്ഖ് ചെയ്യാൻ, അത് ദുർബലമാക്കാൻ ഖാദിക്ക് അധികാരമുണ്ടായിരിക്കും. ഖാദിക്കാണ് അധികാരമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാദിക്കാണ് ഇതിന് അധികാരമുള്ളത്. അതല്ലാതെ ഒരു പെണ്ണ് വന്നിട്ട് ഞാനത് ഫസ്ഖ് ചെയ്തിട്ടുണ്ടെന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഇതിൽ പിന്നീട് വരും. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം, ആൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമായിരിക്കണം വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് വന്ന ചില റിവായത്തുകൾ കാണാം. ഹദീസിന്റെ സനദുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ, ഇബ്നു അബ്ബാസിന്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, എന്റെ കീഴിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് ദരിദ്രനായ ഒരാളുടെ വിവാഹാലോചന വന്നിട്ടുണ്ട്, പണമുള്ള മറ്റൊരാളുടെ വിവാഹാലോചനയും വന്നിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടം പാവപ്പെട്ടയാളെയാണ്, ദരിദ്രനായി പറഞ്ഞയാളെയാണ്. ഞങ്ങൾക്ക് താല്പര്യമുള്ളത് ഈ പൈസക്കാരനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ അവിടുന്ന് പറഞ്ഞു, ലം യുറാ ലിൽ മുതഹാബൈനി ഖൈറൻ മിനൻ നിക്കാഹ്, പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർക്ക് നിക്കാഹിനേക്കാൾ നല്ല മറ്റൊരു കാര്യം വേറെയില്ല. ശർഈയായി അനുവദിക്കപ്പെട്ട രൂപത്തിലാണ് എങ്കിൽ, പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകളാണ് എങ്കിൽ, അവർക്ക് ശർഈയായി മറ്റ് കുഴപ്പങ്ങളില്ല എങ്കിൽ, വൃത്തികേടുകളില്ലാത്തവരാണ് എങ്കിൽ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ യാതൊരു മടിയും നമ്മൾ വിചാരിക്കേണ്ടതില്ല. പൊതുവെ അതായിരിക്കും ഇൻഷാ അല്ലാഹ് അവരുടെ ഭാവി ജീവിതത്തിന് പലപ്പോഴും നന്നാവുക. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികൾ അന്യ പുരുഷന്മാരെ സ്നേഹിക്കുക, പ്രേമിക്കുക, അല്ലെങ്കിൽ പുരുഷന്മാർ ആൺകുട്ടികൾ പെൺകുട്ടികളെ പ്രേമിക്കുക, ഇതിനൊന്നും ഈ പറഞ്ഞതിൽ അനുവാദമുണ്ട് എന്നല്ല ഈ പറയുന്നത്. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. അത് പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുൻപുള്ള പ്രേമബന്ധങ്ങൾ, പ്രണയം എന്ന് പറയുന്ന കാര്യം ഇസ്ലാം ശക്തമായി വിലക്കിയ ഗുരുതരമായ തെറ്റുകളിൽപ്പെട്ടതാണ്. അത്തരം പ്രണയബന്ധങ്ങൾ ഉള്ള പെൺകുട്ടികളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ മുത്തഖിദാതി അഖ്ദാൻ, നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് ഒരിക്കലും ബോയ് ഫ്രണ്ട്സിനെയോ ഗേൾ ഫ്രണ്ട്സിനെയോ സ്വീകരിച്ച ആളുകളെ ആകരുത്. ഖുർആൻ പറഞ്ഞ കാര്യം വലാ മുത്തഖിദാതി അഖ്ദാൻ. അഖ്ദാൻ എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടാണ് കാലത്ത്. അതായത് ആൺ സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ളവരെ സ്വീകരിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ അവർ വിവാഹം കഴിക്കരുത് എന്നത് അറിയപ്പെട്ട നിയമങ്ങളിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ ഷർത്ത് സഹോദരങ്ങളെ, വലിയാൻ. വിവാഹത്തിന് വലിയ ഉണ്ടായിരിക്കണം. ഒരു സ്ത്രീ
അവൾക്ക് സ്വയം തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദമില്ല. ഒരു ഘട്ടത്തിലും അനുവാദമില്ല. ഒരു സ്ത്രീക്ക് അവളെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരു അനുവാദമില്ല. ഒരു ഘട്ടത്തിലും അതിന് അനുവാദമില്ല. അതല്ലെങ്കിൽ അവൾക്ക് തന്റെ കീഴിലുള്ള മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വലിയായി നിൽക്കാൻ അനുവാദമില്ല. തന്റെ സഹോദരി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദമില്ല. സ്ത്രീകൾക്ക് വിവാഹത്തിന് അഖദിന് മുൻപിൽ വന്നിരുന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള അനുവാദം ഇസ്ലാമിലില്ല. അത് പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ഒരു സ്ത്രീ അവനവനെ തന്നെ ഒരാൾക്ക് വിവാഹം കഴിപ്പിക്കും. ഇന്ന് മിക്കവാറും നടക്കുന്ന പ്രേമ വിവാഹങ്ങൾ ഈ രൂപത്തിലാണ്. അവൾ തന്നെ ചെല്ലുന്നു, അവൾ എന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നു, അവൾ എന്നെ കല്യാണം കഴിക്കുന്നു. ഈ നിക്കാഹ് ബാത്തിലാണ്, ഒരർത്ഥമല്ല നിക്കാഹ്, നിലനിൽപ്പില്ല. ഇസ്ലാമിൽ യാതൊരു പരിഗണനയും ഇല്ലാത്ത നിക്കാഹാണ്. അതല്ലെങ്കിൽ ഉമ്മമാർ ചിലപ്പോൾ പിന്നെ തലാഖ് നടന്നാൽ ഭർത്താവുമായി തലാഖായിട്ടുണ്ട്, പിന്നെ അതിലുണ്ടായ മകൾ ഉമ്മയുടെ കീഴിലാണ്, ഉമ്മയുടെ ഒപ്പമാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കെ ഉമ്മ തലാഖ് ചൊല്ലിയതുകൊണ്ട് ഭർത്താവിനോട് അനുമതി ചോദിക്കാൻ മടിയാണ്. അതുകൊണ്ട് അവർ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. പാടില്ല, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായിരിക്കും. ഒരു സ്ത്രീ അവൾ തലാഖ് ചൊല്ലിയിരിക്കും, അവളെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്, ആ ബന്ധത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടി ഉമ്മാന്റെ ഒപ്പാണ് ജീവിക്കുന്നത്. അവൾക്ക് കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഉമ്മ ഭർത്താവിനെ വിളിക്കാതെ കല്യാണം നടത്തി കൊടുക്കാൻ ഇത് പാടില്ല. നിക്കാഹ് നടത്താൻ അനുയോജ്യനായ വലിയ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തിപ്പിക്കുന്നത്, നിർബന്ധമാണ്. അത് ഇല്ലാതെയുള്ള വിവാഹം ബാത്തിലാണ്. നമ്മളത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ നിക്കാഹ ഇല്ലാ ബിവലിയിൻ, വലിയില്ലാതെ രക്ഷാധികാരി ഇല്ലാതെ നിക്കാഹ് ഇല്ല തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ അവൾക്ക് സ്വയം നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല, അവൾ മറ്റുള്ളവരെ നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല. ഇനി അവൾ പറയണം എന്റെ വലിയ ആയിട്ട് ഞാനൊരാളെ നിശ്ചയിക്കാൻ, അവൾ പറയണം എന്റെ ജ്യേഷ്ഠൻ എന്റെ വലിയ ആയിക്കോട്ടെ, വാപ്പ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, അവൾ പറയണം എന്റെ ജ്യേഷ്ഠനാവട്ടെ എന്റെ വലി, അയാൾ എന്റെ വിവാഹം നടത്തി തരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കോ? സാധിക്കുമോ? ഇല്ല. ഈ പറഞ്ഞതൊന്നും അനുവദിക്കപ്പെടുന്ന രൂപമല്ല. ശരി സഹോദരങ്ങളെ, ആരാണ് സ്ത്രീയുടെ രക്ഷാധികാരിയാവുക? ഇത് പല ആളുകളും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. രക്ഷാധികാരം, ഒരു സ്ത്രീയുടെ രക്ഷാധികാരം, അതിന്റെ തർത്തീബ് പണ്ഡിതന്മാർ 8 വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ, സ്ത്രീയുടെ മുകളിൽ, പെൺകുട്ടിയുടെ മുകളിൽ രക്ഷാധികാരം ഏറ്റവും കൂടുതലുള്ളത് പിതാവിനാണ്, വാപ്പാക്കാണ്. ഒന്നാമത്തെയാൾ വാപ്പയാണ്, അൽ അബ്. വാപ്പ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇസ്ലാമിക നിയമങ്ങളിൽ ചിലതിൽ ഉണ്ടാകുന്ന അജ്ഞത വളരെ അപകടമുണ്ടാക്കാറുണ്ട്. വാപ്പ എന്ന് പറഞ്ഞാൽ അവളുടെ രക്തത്തിലുള്ള പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ കാണാം ഉമ്മ അവർ വിധവയായിട്ടുണ്ടായിരിക്കും, വാപ്പ മരിച്ചുപോയതാണ്, ഉമ്മാനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു, വിളിക്കുന്നത് വാപ്പാന്നിരിക്കും, പക്ഷെ അവർ വാപ്പയല്ല. അവർക്ക് വലിയാകാനോ വിവാഹം നടത്തി കൊടുക്കാനോ ഉള്ള അനുവാദമില്ല. ഉമ്മാന്റെ ഭർത്താവാണ്, എന്നാൽ വാപ്പയല്ല. എങ്ങനെ സംഭവിക്കാം? ഉമ്മ കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ വാപ്പ മരിച്ചു, അല്ലെങ്കിൽ വാപ്പ തലാഖ് ചൊല്ലി, പിന്നെ ഉമ്മയെ വേറൊരാൾ വിവാഹം കഴിച്ചു. അവരെ ചിലപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതലേ വിളിക്കേണ്ടതാണ് വാപ്പാന്നായിരിക്കും. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇവളുടെ വാപ്പ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ പെട്ടതാണ്. ശുദ്ധ ഇസ്ലാം ശക്തമായി വിലക്കിയ കാര്യമാണ് ഈ ദത്ത് സമ്പ്രദായം. ദത്തെടുത്ത കുട്ടിയെ ആ കുട്ടിയുടെ വാപ്പയിലേക്കല്ലാതെ ചേർത്തി പറയുക എന്നത് പാടില്ല, ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഉമ്മയുടെ ഭർത്താവ് വലിയല്ല, നേരെയുള്ള വാപ്പ, അവനാന്റെ രക്തത്തിലുള്ള വാപ്പ, പിതാവ്, അവരാണ് വിലായത്തിന്, രക്ഷാധികാരത്തിന് അർഹതയുള്ളവരിൽ ഒന്നാമത് നിൽക്കുന്നയാൾ. അതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെയാൾ അൽ ജദ്ദു, വാപ്പയുടെ വാപ്പ, വല്ലിപ്പ, വാപ്പാന്റെ വാപ്പ, അവരാണ് അൽ ജദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അവരൊക്കെയാണ് രണ്ടാമത് അവകാശമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വാപ്പ
അത് കഴിഞ്ഞാൽ പിന്നെ വല്ലിപ്പ. വാപ്പ ഉണ്ടായിരിക്കുമ്പോ വല്ലിപ്പാക്ക് പറ്റുമോ? ഇല്ല. വാപ്പാക്കാണ് ഏറ്റവും അവകാശമുള്ളത്. വാപ്പ ഉണ്ടായിരിക്കെ വല്ലിപ്പാക്ക് അവകാശമല്ല. വാപ്പ ഇല്ല, അതല്ലെങ്കിൽ വാപ്പ വലിയാവാൻ യോജിച്ച ആളല്ല, അയാൾ മുർത്തദ്ദായി ഇസ്ലാമിന് പുറത്തുപോയി, അള്ളാഹു കാക്കട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അയാൾ വലിയാകാൻ അർഹനല്ല എന്ന് വന്നാൽ പിന്നെ ആരെയാണ് പരിഗണിക്കേണ്ടത്? അൽ ജദ്, വല്ലിപ്പയെയാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ രണ്ടാമത്തെയാൾ വല്ലിപ്പയാണ്. മൂന്നാമത്തെയാൾ എൽ ഇബൻ, മകനാണ്. ആ സ്ത്രീക്ക് മകനുണ്ട് എങ്കിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കാവുന്നതാണ്. മകനുണ്ട് എങ്കിൽ അവർക്ക് ഉമ്മയുടെ വിവാഹം നടത്തി കൊടുക്കാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് കാലഘട്ടത്തിൽ ആളുകൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ ചിലപ്പോൾ 30, 35, 40 വയസ്സിൽ അവരുടെ ഭർത്താവ് മരിച്ചാൽ പിന്നെ അവരുടെ വിവാഹത്തിന്റെ കാര്യം ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളിൽ ഒന്നാണ്. അത് പരിഗണിക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. അവരുടെ ലജ്ജ കൊണ്ട് ചോദിക്കുന്നില്ല എന്നതുകൊണ്ട് അതിന്റെ അർത്ഥം അവർക്ക് ഒരു ഭർത്താവിന്റെ ആവശ്യമില്ല എന്നല്ല. സ്ത്രീക്ക് ഭർത്താവിന്റെ ആവശ്യമുണ്ടായിരിക്കും. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ചിലപ്പോൾ ശരിയാണ്, 1 വർഷം 2 വർഷമൊക്കെ ചിലപ്പോൾ അവർക്ക് ആത്മാർത്ഥമായി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമുണ്ടാവുകയില്ല. പക്ഷേ കാലം കുറച്ചങ്ങ് നീങ്ങിയാൽ അവർക്കൊരു ഭർത്താവിന്റെ ആവശ്യമുണ്ട് എന്ന് സംശയം ഉണ്ടാവില്ല. മിക്ക സ്ത്രീകൾക്കും അത് ആവശ്യമുണ്ടാവും. ഇപ്പൊ മക്കളായി നിൽക്കുന്ന ആളുകൾ മാന്യമായ രൂപത്തിൽ അത് ഉമ്മയോട് അന്വേഷിക്കാൻ ശ്രമിക്കണം. അവർക്ക് നേരെ ചോദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വഴി ചോദിക്കട്ടെ. ഇത് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, الساعي على الأرملة والمسكين كالمجاهد في سبيل الله أو القائم الليل وصائم النهار. ഒരു വ്യക്തി അയാൾ വിധവകളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദരിദ്രരുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ അവസ്ഥ ഏതുപോലെ? കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നയാളെ പോലെയാണ്. അവൽ ഖായിമിൽ ലൈൽ വസായിമിൻ നഹാർ, അതല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, രാവിലെ മുഴുവൻ നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകൾ വിധവകളായിട്ടുണ്ട് എങ്കിൽ അവരെ വിവാഹം കഴിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അത് മക്കൾ അവർക്ക് വിലായത്ത് നിൽക്കാനുള്ള അനുവാദമുണ്ട്, ആൺകുട്ടികൾക്ക് വലിയായി നിൽക്കാനുള്ള അനുവാദമുണ്ട്. നാലാമത്തേത് അൽ അഖു അഷ്ഷഖീഖ്, നേരെയുള്ള സഹോദരൻ, അതായത് വാപ്പയും ഉമ്മയും യോജിക്കുന്ന സഹോദരൻ. അൽ അഖു ഷഖീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാപ്പയും ഉമ്മയും യോജിക്കുന്ന സഹോദരൻ. അതായത് ആ പെൺകുട്ടിയുടെ വാപ്പ തന്നെയാണ് ഈ സഹോദരന്റെ വാപ്പ, ആ പെൺകുട്ടിയുടെ ഉമ്മ തന്നെയാണ് ഈ സഹോദരന്റെ ഉമ്മ. ഇത് ചിലപ്പോൾ അങ്ങോട്ടും തിരിയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉമ്മ വഴിക്ക് സഹോദരനായിരിക്കും, വാപ്പ വഴിക്ക് സഹോദരനാവില്ല. ചിലപ്പോൾ വാപ്പ വഴിക്ക് സഹോദരനാവും, ഉമ്മ വഴിക്ക് സഹോദരനാവില്ല. നിങ്ങൾക്കറിയാലോ, അത് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യം. അതാണ് അൽ അഖു ഷഖീഖ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേർക്ക് നേരെയുള്ള ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ. അഞ്ചാമത്തേത് അൽ അഖു ലി അബിൻ, വാപ്പയിലൂടെ സഹോദരനാകുന്ന വ്യക്തി. വാപ്പ വഴിക്ക് സഹോദരനാണ്. വാപ്പ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരിൽ ഒരു ആൺകുട്ടി ഉണ്ടായി. പിന്നെ വാപ്പ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരിൽ ഒരു പെൺകുട്ടി ഉണ്ടായി. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആൺകുട്ടി എന്താണ്? വാപ്പയൊത്ത സഹോദരനാണ്, അവർക്ക് വലിയായി നിൽക്കാം. എന്നാൽ ഉമ്മ വഴിക്ക് മാത്രം സഹോദരനാണ് എങ്കിലോ അവർക്ക് വലിയാകാൻ പാടില്ല. ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങളിൽ വിലായത്ത് സ്ഥിരപ്പെടുകയില്ല. സ്ത്രീകളുടെ രക്ഷാധികാരം ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങളിൽ സ്ഥിരപ്പെടുകയില്ല. ഇതൊക്കെ ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾപ്പെട്ടതായതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ആളുകൾ ആണ് വലിയായി വരിക. ആറാമത്തേത് ബനുൽ ഇഖ്വ, ബനു അൽ ഇഖ്വ, ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ മക്കൾ, ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ മക്കൾ, അവർക്ക് വലിയാകാൻ അർഹതയുണ്ട്. ഈ പെൺകുട്ടി അവളുടെ നേരെ സഹോദരൻ, ആ സഹോദരന്റെ മക്കൾക്ക്, ആൺമക്കൾക്ക് ഈ സ്ത്രീയുടെ വലിയാകാവുന്നതാണ്. അസ്സാബിഉ അൽ അമാം, ഏഴാമത്തേത്
അമാമുകൾ, അതായത് അമാം നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, വാപ്പയുടെ സഹോദരൻ, എളാപ്പ എന്നല്ല പറയാ, എളാപ്പി മുത്താപ്പ അല്ലെ. അമ്മാവെന്ന് പറയുന്നത് ഉമ്മ വഴിക്ക്, വാപ്പ വഴിക്ക് പിന്നെ വാപ്പയുടെ സഹോദരൻ, അതായത് മൂത്ത വാപ്പയുടെ ജ്യേഷ്ഠനോ വാപ്പയുടെ അനിയനോ എളാപ്പ എന്ന് പറയും. ഇനി ഇത് ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയാം. അതുകൊണ്ടാണ് വാപ്പയുടെ സഹോദരൻ എന്ന് കൃത്യമായി പറയും. വാപ്പയുടെ സഹോദരന് പിന്നെ വലിയാകാൻ സാധ്യത. ഇതൊക്കെ ഈ തർത്തീബിലാണ്. ആദ്യം പറഞ്ഞ ആളില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ, രണ്ടാമത്തെ ആളിൽ മൂന്നാമത്തെ ആളില്ലെങ്കിൽ നാലാമത്തെ ആൾ. ഇതിലേതെങ്കിലും ഒരാൾ എടുത്തിട്ട് വലിയാക്കാൻ പറ്റില്ല. ഇപ്പറഞ്ഞ ആരും ഇല്ലെങ്കിലാണ് അടുത്തയിലേക്ക് ഇങ്ങനെ പോകേണ്ടത്. എട്ടാമത്തേത് ബനുൽ അം, ഈ പറഞ്ഞ എളാപ്പയുടെയോ അതല്ലെങ്കിൽ മുത്താപ്പയുടെയോ, അതായത് വാപ്പയുടെ സഹോദരന്റെ മക്കൾ, അവരുടെ മക്കൾക്ക് വിലായത്ത് രക്ഷാധികാരം ഏറ്റെടുക്കാവുന്നതാണ്. ഇതാണ് 8 ആളുകൾ. ഈ പറഞ്ഞതിൽ ഉമ്മയുടെ ബന്ധം അവർക്ക് വിലായത്ത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഉമ്മയുടെ സഹോദരൻ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരന്റെ മക്കൾ, ഇവർക്ക് വിലായത്ത് ഏറ്റെടുക്കാൻ, ഇവർക്ക് പെൺകുട്ടിയുടെ രക്ഷാധികാരം ഏറ്റെടുക്കാൻ അനുവാദമില്ല. ഇനി ഒരാളുമില്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ മുസ്ലിമായ പെൺകുട്ടികൾ മറ്റൊക്കെ ഇത് കാണാറുണ്ട്. ഒരാളുമില്ല വലിയാവാൻ. നിങ്ങൾക്കറിയാം, വലിയാകണമെങ്കിൽ ഒരു മുസ്ലിം ആവണം. ഒരു പെൺകുട്ടി മുസ്ലിമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി, അവർക്ക് കുടുംബം എന്ന് പറയാൻ ആരുമില്ല. ഇത്തരം അവസ്ഥകളിൽ ഹദീസിൽ വന്നതുപോലെ അസ്സുൽത്താനു വലിയുമല്ല വലിയല, രക്ഷാധികാരി ഇല്ലാത്തവരുടെ രക്ഷാധികാരി സുൽത്താനാണ്, ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഇസ്ലാമിക ഭരണകൂടത്തിലെ സുൽത്താൻ, വലിയുൽ അമർ, രാജാവ് അതല്ലെങ്കിൽ ഖലീഫ, ഇവരാണ്. അവർ തന്നെ വിവാഹം നടത്തി കൊടുക്കണം നിർബന്ധം പിടിച്ചാൽ വിവാഹം ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ ഏൽപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ നിയമം ബാധകമാവും. സുൽത്താൻ അതിനുവേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഭരണാധികാരി അതിനുവേണ്ടി ചില ഓഫീസുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഓരോ നാട്ടിലെയും ഖാദിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വലിയാകാൻ അനുവാദമുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമാണ് കാര്യം. ഈ പറഞ്ഞതൊന്നുമില്ല, ഭരണാധികാരിയില്ല, ഈ പറഞ്ഞ ഖാദിമാരോ മറ്റോ ചിലപ്പോൾ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങൾ അവർക്ക് മുഴുവനായി എന്തെങ്കിലും സംഘടനകളോ മറ്റോ ഉണ്ടെങ്കിൽ, അവർക്ക് മുഴുവനായി യോജിച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ ഒരു നേതൃത്വമോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നാട്ടിലുള്ള മസ്ജിദിലെ ഇമാമിനെ അവളുടെ വലിയായി നിശ്ചയിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമായ പെൺകുട്ടികളാണ് എങ്കിൽ അവളെ ഇസ്ലാമിലേക്ക് എത്തിച്ച ഏതെങ്കിലും പുരുഷൻ വഴിയാണ് അവൾ മുസ്ലിമായിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഇവളുടെ വലിയാകാവുന്നതാണ്. പക്ഷെ അത് അവൾക്ക് തൃപ്തി ഉണ്ടാവണമെന്ന് മാത്രം. അവൾക്ക് തൃപ്തിയുണ്ട് എങ്കിൽ അവളെ ഇസ്ലാമിലേക്ക് എത്തിച്ച പുരുഷൻ ആരാണോ അയാൾക്ക് ഈ പെൺകുട്ടിയുടെ വലിയ ആകാവുന്നതാണ്. ഇതാണ് ആ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളിൽ ഇതിലേതെങ്കിലും ഒന്നാമത് പറഞ്ഞ ആളുകൾ ബാക്കിയുണ്ട് എങ്കിൽ തൊട്ടു താഴെയുള്ളവർക്ക് വിവാഹം നടത്തി കൊടുക്കുന്നത് അനുവദനീയമല്ല, വിവാഹം ശരിയാവില്ല. അങ്ങനെ വിവാഹം നടത്തി കൊടുക്കാൻ പാടില്ല. എപ്പോഴല്ലാതെ ഈ പറഞ്ഞ ആള് അനുവാദം കൊടുത്താലല്ലാതെ. ഉദാഹരണത്തിന് വാപ്പ വല്ലിപ്പാട് പറയും നിങ്ങൾ വിവാഹം നടത്തിക്കൊടുക്കും, ഉപ്പ വിവാഹം നടത്തി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് വാപ്പ ഏൽപ്പിക്കാൻ ആരെ? വല്ലിപ്പാന്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ എളാപ്പനെ മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ. ഇങ്ങനെ ഈ പറഞ്ഞ വിലായത്ത് സ്ഥിരപ്പെടുന്ന ആളുകളോ അല്ലാത്തവരോ ആകാം, ആരും ആവാം. ഇതിന് യോജിച്ച ആളുകളിൽ ആരെയെങ്കിലും വിലായത്ത് ഉള്ള ആളുകൾ ഏൽപ്പിച്ചു കൊടുത്താൽ, രക്ഷാധികാരമുള്ളവർ ഏൽപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് ഈ വിവാഹം നടത്തി കൊടുക്കാം. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, അയാൾക്ക് വേണമെങ്കിൽ ആ സ്ത്രീയെ മഹ്റമല്ലാത്ത വല്ല ആൾക്ക് വേണം വിലായത്ത് കൊടുത്തെങ്കിൽ ഈ പെൺകുട്ടിക്ക് തൃപ്തി ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അയാൾ വിവാഹം നടത്താം. ആ പെണ്ണിന് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അയാളുടെ വിവാഹം നടത്താം, വിലായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ. ഒരു വാപ്പ പറയാം ഗൾഫിലോ മറ്റോ ആണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം, നിങ്ങൾക്ക് യോജിച്ച ഒരാളെ വിവാഹം നടത്തി കൊടുത്തോളേ എന്ന് പറഞ്ഞു ഒരാൾ മഹറമല്ലാത്ത ഒരാൾ അന്യ പുരുഷനെ ഏൽപ്പിച്ചു കൊടുത്തുന്നതായിരിക്കും. അയാൾ യോജിച്ച ഒരാളാണ്, നടത്താൻ യോജിച്ച ആളാണ്. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം നടത്തി കൊടുക്കാവുന്നതാണ്. അത്
അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇനി ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു വിഷയം, സഹോദരങ്ങളെ, വിലായത്ത് നിർവഹിക്കുന്ന വലിയായി നിൽക്കുന്നയാൾ അയാളിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പൊതുവെ നമ്മൾ ഇസ്ലാമിലെ നിയമങ്ങളിൽ പറയാറുള്ളത് പോലെ അയാൾ ബുദ്ധിയുള്ള ആളായിരിക്കണം, ഭ്രാന്തനാകരുത്. ഭ്രാന്തുള്ള ആളാണ്, വാപ്പാക്ക് വല്ല പ്രയാസമുണ്ട്, രോഗമുണ്ട്, അതല്ലെങ്കിൽ വിലായത്ത് ഏറ്റെടുത്ത ആൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള, ഈ പറഞ്ഞ ഭ്രാന്ത് ബാധിക്കുന്ന എന്തെങ്കിലും അസുഖമുണ്ട് എങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ആൾക്കാണ് വിലായത്ത് നീങ്ങിപ്പോവുക. അതുപോലെ തന്നെ അയാൾ ഹൊറായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. ഈ കാലഘട്ടത്തിൽ അടിമകളില്ല, അടിമകളുള്ള കാലഘട്ടത്തിൽ ആ നിയമം ബാധകമാണ്. 3, അയാൾ മുസ്ലിം ആയിരിക്കണം, കാഫിറാകാൻ പാടില്ല. കാഫിർ എന്ന് പറഞ്ഞാൽ അയാൾ അസല് കാഫിറാനും പാടില്ല, അതായത് ഹിന്ദുവോ നസ്രാനിയോ യഹൂദനോ ഒന്നും ആവരുത്. അതല്ലെങ്കിൽ മുർത്തദ്ദാവാൻ പാടില്ല. അയാൾ ഇസ്ലാമിലായിരുന്നു, പിന്നെ ഇസ്ലാമൊക്കെ ഒഴിവാക്കി വല്ല ചേകന്നൂരിയോ കാദിയാനിയോ ഒക്കെയായി. അയാൾക്ക് വിവാഹം നടത്തി കൊടുക്കാനുള്ള അനുവാദം ഇല്ല, അയാൾ വലിയല്ല. അതുപോലെ തന്നെ അസ്ദുഖൂറിയ, പുരുഷനായിരിക്കണം, സ്ത്രീകൾക്ക് വലിയാവാൻ അർഹതയില്ല. അതുപോലെ അൽ ബുലൂഗ്, പ്രായപൂർത്തിയാകണം. നേരത്തെ പറഞ്ഞല്ലോ മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കാൻ, മക്കൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റില്ല, പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയായ ആളുകൾക്ക് വിവാഹം നടത്തി കൊടുക്കാനുള്ള വിലായത്ത് ഏറ്റെടുക്കാൻ പാടുള്ളൂ. അപ്പൊ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചെറിയ കുട്ടികളെ വിലായത്തിന് നിർത്തരുത്. 10 വയസ്സുള്ള കുട്ടീനൊന്നും വലിയാക്കി നിർത്താൻ പാടില്ല, അയാൾക്ക് അവന് അത് നിൽക്കാനുള്ള അർഹതയില്ല. 6ാമത്തെ കാര്യം, അതാണ് പ്രധാനപ്പെട്ട ഷർത്തുകളിൽ ഒന്ന്, അർറുഷ്ദു, അയാൾക്ക് കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള വിവേകമുള്ളവനായിരിക്കണം. ഈ പെൺകുട്ടിയെ അപകടത്തിൽ കൊണ്ടുചാടിക്കുന്ന രൂപത്തിൽ അശ്രദ്ധ കാണിക്കുന്നവനാകരുത്. ഹറാമും ഹലാലും ശ്രദ്ധിക്കാത്ത, അനുവദനീയമായ ബന്ധമല്ലാത്തതും ശ്രദ്ധിക്കാത്ത, ചിലപ്പോൾ ആ പെൺകുട്ടിയെ അവനവന്റെ നേട്ടത്തിനും ഉപകാരത്തിനും വേണ്ടി ആർക്കു വേണമെങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുത്തേക്കാവുന്ന, അങ്ങനെ തീർത്തും അശ്രദ്ധ കാണിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളോ മറ്റോ തീരെ ശ്രദ്ധിക്കാത്ത ആളുകൾ അവർ വലിയാകാൻ അർഹരല്ല. പല പെൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില വാപ്പാമാർക്ക് കുട്ടികളോട് എന്തോ വെറുപ്പുള്ളത് പോലെയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയെ നല്ല ഒരു വിവാഹം നടത്തി കൊടുക്കില്ല. അവളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇയാൾ എന്ന് വ്യക്തമായാൽ, ഉദാഹരണത്തിന് വാപ്പ അങ്ങനെയാണെന്ന് മനസ്സിലായ വല്യപ്പാക്ക് വിവാഹം നടത്തി കൊടുക്കാം. പക്ഷെ ഇത് വ്യക്തമായി ബോധ്യപ്പെടണം. വ്യക്തമായി ബോധ്യപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഖാദിയുടെ മുന്നിലോ മറ്റോ കൊണ്ടുപോയി വിഷയം അവതരിപ്പിക്കണം. ഇത് സാധാരണ ഓരോ നാട്ടിലുള്ള ആൾക്കാർ, ബ്രോക്കർമാരോ അതല്ലെങ്കിൽ മതവിദ്യാർത്ഥികളോ പ്രസംഗിക്കുന്ന ആൾക്കാരോ ഖത്തീബന്മാരോ തീരുമാനിക്കേണ്ടതല്ല. ഖാദിയുടെ മുന്നിൽ പോയി വിഷയം അവതരിപ്പിച്ച് വ്യക്തമായി കാര്യം അവതരിപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കേണ്ടതാണ്. ഇത് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇനി നിങ്ങൾ ഇത് ആരെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ഉടനെ വിധി കൊടുക്കാനല്ല. കാരണം ഇത് കല്യാണമായതുകൊണ്ട് പൊതുവെ ആളുകൾ ചിലപ്പോൾ കളവുകൾ പറയും. അതുകൊണ്ട് ഓരോന്നും വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ തീരുമാനമെടുക്കാൻ അനുവാദമില്ലാത്ത വിഷയമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു 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 വലി ആയ ഒരു മനുഷ്യൻ, ഒരു പെൺകുട്ടിയുടെ രക്ഷാധികാരിയായ ഒരാൾ, ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടിയെ അദ്ൽ ചെയ്യുന്നു. അദ്ൽ എന്നാണ് അറബിയിൽ പറയുക, ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. ഫലാ തഅദുലൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കരുത്. പ്രായമായാലും പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരു വാപ്പുണ്ട് വിചാരിക്കുക എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ വിലായത്ത് അവസാനിക്കും. അയാളുടെ തൊട്ട് അയാളുടെ ആളാരാണോ അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. വെല്ലിപ്പുണ്ടെങ്കിൽ വെല്ലിപ്പാക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതിന് താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പറഞ്ഞ എണ്ണത്തിൽ 8 ആളുകളെ ഞാൻ പറഞ്ഞു. ഇതിലേതെങ്കിലും ഘട്ടത്തിൽ ഒന്നിലധികം ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീയുടെ സഹോദരങ്ങളായി 4 ആൾക്കാരുണ്ട്. അപ്പൊ ആർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അർഹതയുള്ളത്? ഏറ്റവും നല്ലത് അതിലെ മൂത്ത ആൾക്കാണ്. 4 പേർക്കും അനുവാദമുണ്ട്. 4 പേരിൽ ആർക്ക് വേണമെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബറക അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിക്കാഹിന്റെ 4 ഷർത്തുകളിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ ഷർത്ത് ഷഹാദ, നിക്കാഹിന് സാക്ഷികൾ ഉണ്ടാവുക എന്നതാണ്.
നിക്കാഹിന് സാക്ഷികൾ ഉണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബിവലിയ്യിൻ വശാഹിദൈ അദ്ലിൻ. വലിയും രണ്ട് നീതിമാന്മാരായ സാക്ഷികളുമില്ലാതെ നിക്കാഹ് ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു. വമൻ കാന മിൻ നിക്കാഹിൻ അലാ ഗൈരി ദാലിക ഫഹുവ ബാതിൽ. ഈ പറഞ്ഞ രൂപത്തിലല്ലാതെ നിക്കാഹ് നടത്തപ്പെട്ടാൽ അത് സാധുവല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സാക്ഷി നിർത്തുക എന്ന കാര്യം ഷർത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു, രണ്ട് സാക്ഷികൾക്ക് പകരം വിവാഹം പരസ്യമാക്കിയാൽ മതി, ജനങ്ങൾ കാണുന്ന രൂപത്തിൽ പരസ്യമാക്കിയാൽ മതി. എന്നാൽ വല്ലാഹു അലം, സാക്ഷികളെ നിർത്തുക എന്നത് ആവശ്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് ശേഷം ഈ പറഞ്ഞ വിവാഹം നിഷേധിക്കപ്പെടാനോ ഭർത്താവ് ഞാനിവളെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയാനോ മറ്റോ ഒക്കെ കാരണമാകാത്ത രൂപത്തിൽ വിവാഹത്തിന് രണ്ട് സാക്ഷികളെ നിർത്തുക എന്നത് ആവശ്യമാണ്. ഈ സാക്ഷികൾ ദീനുള്ള ആൾക്കാരായിരിക്കണം, മുസ്ലിമീങ്ങളായിരിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ അവരിൽ പാലിക്കപ്പെടുകയും വേണ്ടതുണ്ട്. എന്തായാലും ചുരുക്കി പറയാം, നിക്കാഹിൽ സാക്ഷികളില്ല, നിക്കാഹ് പരസ്യമാക്കിയിട്ടില്ല എങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ, നിക്കാഹ് പരസ്യമാക്കിയിട്ടില്ല, ഇതിന് സാക്ഷികളുമില്ല എങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്. അത് നമ്മൾ മുൻപ് വിശദീകരിച്ചതാണ്. നിക്കാഹുസ്സർ, രഹസ്യമായുള്ള നിക്കാഹുകൾ അത് അനുവദിക്കപ്പെടുന്നതല്ല. ഇപ്പൊ ഇന്ന് മിക്ക ഈ രജിസ്റ്റർ ഹോമുകളിൽ നടത്തുന്ന നിക്കാഹുകൾ അതിൽ സാക്ഷികളെ വെക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ സാക്ഷി കാഫിറൊക്കെ ആയിരിക്കും. അത്തരം നിക്കാഹുകൾ ഒന്നിൽ വലിയ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഈ പറഞ്ഞ സാക്ഷികൾ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ പരസ്യമാക്കിയിട്ടുണ്ടാവില്ല. ഇത്തരം നിക്കാഹുകൾ ബാത്തിലാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ അതിന് യാതൊരു പരിഗണനയും ഉണ്ടായിരിക്കുകയില്ല. ഇനി ഇതിനിടയിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ചില പണ്ഡിതന്മാർ ഷർത്തായി പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് കുഫൊക്കുക എന്നത്. കഫാഅത്ത് എന്ന് അറബിയിൽ പറയും. കുഫൊക്കുക നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ട്. ആണും പെണ്ണും കുഫൊക്കുക എന്ന് പറയും. കുഫൊക്കുക എന്ന് പറഞ്ഞാൽ, കുഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാനത്തിൽ അവർ തുല്യരാവുകയോ അതല്ലെങ്കിൽ ഏതാണ്ട് അടുത്തെത്തുകയോ ചെയ്യാം. പൊതുവെ ജനങ്ങൾ കുഫു നോക്കാറുള്ളത് ഒരു കാര്യം അവർക്കുള്ള തറവാടിത്തമാണ്. മറ്റൊരു കാര്യം അവർ ഏത് നാട്ടുകാരാണ് എന്നതാണ്. ഉദാഹരണത്തിന് അറബികൾ ഉയർന്ന കുഫുവാണ്, അവരുടെ ഉന്നത സ്ഥാനമുണ്ട്. അപ്പൊ അറബി അല്ലാത്ത ആളുകളെ കല്യാണം കഴിക്കുന്നതിൽ ചിലർക്ക് മടിയുണ്ടാകും. അതല്ലെങ്കിൽ പിന്നെ കുഫിൽപ്പെട്ടതാണ് തറവാടിത്തം. നമ്മളെ വലിയ തറവാടാണ്, മറ്റൊരു തറവാട് താഴ്ന്നതാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത്. ഈ പറഞ്ഞ കുഫ് നിബന്ധനയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വല്ലാഹു അലം, ഈ രണ്ട് കാര്യങ്ങളും പരിഗണിക്കപ്പെടാവുന്നതല്ല എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ രണ്ട് കുഫും, തറവാടിത്തവും അതുപോലെ തന്നെ അറബിയാണോ അനറബിയാണോ, ഇന്ന ഗോത്രാണോ ഇന്ന ജാതിയാണോ, ഇത് ഇസ്ലാമിൽ ഈ പറഞ്ഞ ജാതിയും ഗോത്രമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്. ജനങ്ങളെ, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്, ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്. അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമി, ഒരു അറബിക്ക് അനറബിയുടെ മുകളിൽ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാ ലിഅജമിയ്യിൻ അലാ അറബി, ഒരു അനറബിക്ക് അറബിയുടെ മുകളിൽ ശ്രേഷ്ഠതയില്ല. വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ, കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അരികിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യത ലഭിക്കുന്നത് ആർക്കാണ്?
തഖ്വയുള്ളവനാണ്. അള്ളാഹിനെ കൂടുതൽ സൂക്ഷിക്കുന്നവന് കൂടുതൽ ആദരവുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ പറഞ്ഞു, തറവാടിത്തമോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന കാര്യമോ വിവാഹത്തിൽ നിർബന്ധമായും പരിഗണിക്കപ്പെടേണ്ട കുഫ്റിൽപ്പെട്ടതല്ല. എന്നാൽ ഒരാൾക്ക് അങ്ങനെ വിവാഹം വന്നു, ഞാനിന്ന് കെട്ടില്ല എന്ന് പറയേണ്ടതില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് അയാളുടെ തറവാടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അയാളുടെ തറവാടിനോട് യോജിച്ച വിവാഹം വന്നു, അത് ഒഴിവാക്കണമെന്നല്ല ഈ പറഞ്ഞത്, മറിച്ച് അയാൾ ആ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ അത് നിബന്ധനയാക്കി വെക്കുക എന്നത് പാടില്ലാത്തതാണ്. അല്ലാത്ത വിവാഹം ശരിയാവില്ല എന്ന് പറയാൻ അനുവാദമില്ല. അത് നോക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൽ വന്നത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ വിവാഹത്തിൽ സ്ത്രീയുടെ സമ്പാദ്യമോ തറവാടിത്തമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നോക്കുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമിനെ മാറ്റിവെച്ചുകൊണ്ടല്ല എങ്കിൽ അനുവദിക്കപ്പെട്ടതാണ്, അതിൽ തെറ്റില്ല. പക്ഷെ അത് ഇസ്ലാമിലെ വിവാഹം ശരിയാകാനുള്ള നിബന്ധനകളിൽപ്പെട്ടതല്ല. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് അറബികൾ അനറബികളെ കല്യാണം ശരിയാവില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോ ആ രൂപത്തിൽ വിവാഹം ശരിയാവില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ കഫാഅത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇഫ്ഫത്താണ്. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രം. പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു പുരുഷനെ കൊണ്ടുപോയി ഒരു വ്യഭിചാരിണിയുമായി കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ ഒരു വ്യഭിചാരിയായ പുരുഷനുമായി വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. ഇവിടെ വ്യഭിചാരിണി എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ്? അതിൽ തുടർന്നു പോകുന്നയാളെ കുറിച്ചാണ്. മുന്നൊരിക്കൽ ആ തെറ്റ് ചെയ്ത് പിന്നെ തൗബ ചെയ്തവൻ അവൻ വിചാരിയല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്നതുപോലെ അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തിന്മ സംഭവിക്കുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. മുന്നൊരിക്കൽ ചെയ്തിട്ടുണ്ട് പിന്നെ തൗബ ചെയ്തു എങ്കിൽ ആ പറഞ്ഞത് ഇതിൽ പെടുകയില്ല. എന്നാൽ വ്യഭിചാരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അതിൽ വീണുപോയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി സൂക്ഷ്മത പാലിക്കുന്ന ഒരു സ്ത്രീയായിട്ട് കല്യാണം കഴിപ്പിക്കരുത്. ഹദീസ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ, ഒരു വ്യഭിചാരി അയാൾക്ക് യോജിക്കുകാരൻ ഒരു വ്യഭിചാരിണിയോ അതല്ലെങ്കിൽ ഒരു മുശ്രിക്കോ ആണ്. വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അതുപോലെ വ്യഭിചാരിണിയാണെങ്കിൽ അവൾക്ക് യോജിച്ചത് ഒരു വ്യഭിചാരിയായ പുരുഷനും അതല്ലെങ്കിൽ ഒരു മുശ്രിക്കുമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അഭിപ്രായങ്ങളും മറ്റുമുണ്ട്. പക്ഷേ ചുരുക്കം പറയാം, ചാരിത്ര്യമുള്ളവനെ പിടിച്ച് അതില്ലാത്തവളെ കല്യാണം കഴിപ്പിക്കരുത്. ഇല്ലാത്തവളെ കൊണ്ടുപോയി അത് ഉള്ളവനെ കല്യാണം കഴിപ്പിക്കരുത്. ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുഫുകളിൽ ഒന്നാണ്, നേരത്തെ പറഞ്ഞു, ഒന്ന് ഇഫ്ഫത്താണെങ്കിൽ രണ്ടാമത്തേത് സിഹ്ഹത്തുദ്ദിയാന, അവൻ ദീന് പാലിക്കുന്ന കാര്യത്തിൽ അവന്റെ ദീനിയായ നിലപാട് അതിന് യോജിച്ചവളെയായിരിക്കണം കെട്ടിച്ചു കൊടുക്കേണ്ടത്. അവൻ സുന്നിയാണ്. സുന്നി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ സുന്നിയല്ല, മറിച്ച് അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളാണ്, സലഫിയാണ്. അവനെ കൊണ്ടുപോയി ഒരു ബിദ്അത്തുകാരിയെ കെട്ടിപ്പിക്കരുത്, കല്യാണം കഴിപ്പിക്കരുത്. അത് അവന്റെ ദീന് തകരാൻ കാരണമാകും. പ്രത്യേകിച്ച് പ്രകടമായ ബിദ്അത്തുകൾ, ഉദാഹരണത്തിന് ഖുറൂജ്, ഖവാരിജുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുക. അലി റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഇബ്നു മുൽജിം, എങ്ങനെയാണ് അലി റളിയല്ലാഹുവിനെ വധിക്കാൻ എന്താ കാരണം? നാട്ടിൽ വളരെ ഭംഗിയുണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി എല്ലാവരും മത്സരിക്കാൻ. അവളാകട്ടെ ഖാരിജത്താണ്, ഖവാരിജി ചിന്താഗതിയുള്ള പെണ്ണാണ്. ഇയാൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെന്നു. അവൾ ഒരൊറ്റ ഷർത്തേ വെച്ചോളൂ, കല്യാണമൊക്കെ കഴിക്കാം, പക്ഷേ എനിക്ക് ഇന്ന നിബന്ധനയുണ്ട്. എന്താണത്? അലിയെ കൊല്ലണം. അങ്ങനെ അയാൾ അത് സമ്മതിച്ച് വിവാഹം കഴിച്ചു. അയാൾ ആ സമയത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് ചിലർ പറഞ്ഞതായിക്കാണ് അയാൾ ഖവാരിജ് ആയിരുന്നില്ല. കല്യാണം കഴിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അവളെ പോയി മാറ്റും. അങ്ങനെ പോയി, പക്ഷെ മാറിയതാരാണ്? അവനാണ്.
അങ്ങനെ അവൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുന്നിടം വരെ കാര്യെത്തി. അപ്പൊ ഒരു സലഫിയായ ഒരാൾ പോയി തനിച്ച ഖുറാഫാത്തുള്ള ഒരു പെണ്ണിനെ കെട്ടിയാൽ മിക്കവാറും അവന്റെ ജീവിതം പ്രയാസത്തിലാവും. ചിലപ്പോ മാറ്റാന്ന് വിചാരിച്ചു കൊണ്ടിട്ട് നടക്കൂല. ചിലപ്പോ ആ പെണ്ണ് ഇവനെ മാറ്റിക്കളയും, ഇവനെ വലാലത്തിലേക്ക് കൊണ്ടുപോയി കളയും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തിരിച്ചും പെൺകുട്ടി അങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോഴും ആൺകുട്ടി ഇങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയാം, പ്രധാനപ്പെട്ട ഒരു വിഷയം മെഹറാണ്. മെഹർ നിക്കാഹിന്റെ ഷർത്തുകളിൽ ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. എന്നാൽ അത് ഷർത്തല്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. എന്തായാലും നിക്കാഹിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് മെഹർ. നിക്കാഹ് പൂർത്തിയാകുന്നത് മെഹർ കൂടി കൊടുക്കുമ്പോഴാണ്. ഇത് ഷർത്തല്ല എന്ന് പറയാനുള്ള കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിക്കാഹ് നടക്കുന്ന സമയത്ത് മെഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് ശരിയാണ്, ബാത്തിലാവില്ല, പിന്നെ കൊടുത്താൽ മതി. നിക്കാഹ് നടക്കുന്ന സമയത്ത് മെഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് ശരിയാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മുൻപ് ഈ പറഞ്ഞൊക്കെ നടക്കണം, എന്നാലും ഷർത്താവുള്ളൂ. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു നിക്കാഹിന്റെ ഷർത്തല്ല മെഹർ, പക്ഷേ നിക്കാഹ് അതിന്റെ പൂർത്തീകരണങ്ങളിൽപ്പെട്ടതാണ് മെഹർ. അറബിയിൽ മെഹർ എന്നും പറയും, സദാഖ് എന്നും പറയും, അല്ലെങ്കിൽ സദാഖ എന്നും പറയും മെഹറിന്. മെഹർ കൊടുക്കണം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതു നിസാഅ സദുഖാതിഹിന്ന നിഹ്ല, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് മെഹർ നൽകുക, മനസ്സിന് തൃപ്തിയോടുകൂടി നിങ്ങൾ മെഹർ നൽകുക, അത് അള്ളാഹു വാജിബാക്കി നിശ്ചയിച്ച കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. മെഹർ രണ്ട് രൂപത്തിൽ ഒരാൾക്ക് നൽകാം. ഒന്നല്ലെങ്കിൽ നിക്കാഹിന്റെ സന്ദർഭത്തിൽ മെഹർ വ്യക്തമായി നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് വിവാഹം കഴിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ 3 പവൻ സ്വർണം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, ഇതിന് ഞാൻ ഇതാ നിക്കാഹ് ചെയ്യാണ്, അല്ലെങ്കിൽ നിക്കാഹ് നടന്നിരിക്കുന്നു എന്ന് പറയുന്ന രൂപത്തിൽ മെഹർ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് നിക്കാഹ് നടത്താം. ഇല്ലെങ്കിൽ മെഹർ നിശ്ചയിക്കാതെ നിക്കാഹ് നടത്താം. വിവാഹം കഴിഞ്ഞാൽ അവൾ തൃപ്തിപ്പെടുന്ന മെഹർ ഒന്നല്ലെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ അവളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് നാട്ടിൽ പൊതുവെ കൊടുക്കുന്ന മെഹർ എന്താണോ അത് അവൾക്ക് കൊടുക്കാം. രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ മെഹർ കൃത്യമായി പറയാം, 3 പവൻ എന്ന് പറഞ്ഞാൽ പിന്നെ 3 പവൻ കൊടുക്കാം. ഇല്ലെങ്കിൽ നിക്കാഹ് നടന്നു, നിക്കാഹ് നടന്നതിന് ശേഷം മെഹർ അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പൊതുവെ നമ്മുടെ നാട്ടിൽ മെഹർ പറഞ്ഞിട്ടാണ് കല്യാണം നടക്കുക. പക്ഷേ ഇനി മെഹർ പറയാതെ നിക്കാഹ് നടന്നാലും ശേഷം എന്താണ് ചെയ്യേണ്ടത്? ആ പറഞ്ഞ മെഹർ അവൾക്ക് പിന്നെ പറയാതെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എങ്കിൽ പൊതുവെ നാട്ടിൽ ആ നിലവാരത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എത്ര മെഹർ കൊടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്, അത് കൊടുക്കാം. മാത്രമല്ല, ആരെങ്കിലും വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയുമായി വീട് കൂടുന്നതിന് മുൻപ്, അവളുമായി റൂമിലാകുന്നതിന് മുൻപ് കുറച്ചുനേരം റൂമിൽ ഇരിക്കുക, ഒറ്റയ്ക്ക്, 2 ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ ഈ പെൺകുട്ടിയെ തലാഖ് ചൊല്ലിയാലോ, മെഹറിന്റെ അതിനു മുൻപ് തലാഖ് ചൊല്ലിയാൽ, വീട് കൂടാതെ തലാഖ് ചൊല്ലിയാൽ എന്തെങ്കിലും നല്ലത് കൊടുക്കാൻ, മെഹറിന് അത്ര കൊടുക്കേണ്ടതില്ലെങ്കിലും അവളുടെ മനസ്സിന് തൃപ്തിയാവുന്ന എന്തെങ്കിലും. ചിലപ്പോൾ കല്യാണം അങ്ങനെ ബാത്തിലായി പോവാറുണ്ട്. നിക്കാഹ് നടന്നു, വീട് കൂടുന്നതിന് മുൻപ് തന്നെ തലാഖായി. അങ്ങനെ തലാഖായാൽ വരൻ അവളുടെ മനസ്സിന് തൃപ്തികരമാവുന്ന എന്തെങ്കിലും കൊടുക്കാം, എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും കൊടുക്കാം. വീട് കൂടിയതിനു ശേഷമാണ്, വീട് കൂടുന്നതിന് മുൻപ് നിക്കാഹ് നടത്തി വീട് കൂടുന്നതിന് മുൻപ് അവൾ പിന്നെ തലാഖ് ചൊല്ലിയാൽ അവൾക്ക് മെഹറിന്റെ പകുതി നൽകാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. സഹോദരങ്ങളെ, മെഹറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, മെഹർ, നിശ്ചയിക്കപ്പെട്ട മെഹർ ഭർത്താവിന് നൽകുന്നത് പ്രയാസമാണ് എന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് മെഹർ ഭർത്താവിന് തിരിച്ചു നൽകാമെന്ന് തോന്നിയാൽ അവൾക്ക് അതിന് അനുവാദമുണ്ട്. ഭർത്താവ് 3 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു, അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭാര്യ സ്വയം ഇഷ്ടപ്രകാരം പറയും, എനിക്ക് വേണ്ട നിങ്ങളെ മെഹർ, അത് എടുത്തു വെച്ചോളെ, അവിടെ തന്നെ നിങ്ങൾ. അതല്ലെങ്കിൽ എനിക്ക് 3 പവൻ വേണ്ട, 1.5 പവൻ മതി എന്ന് പറയാൻ ഭാര്യയ്ക്ക് അനുവാദമുണ്ട്.
അങ്ങനെ പറഞ്ഞാൽ അവൾ അത് തൃപ്തിപ്പെട്ടാൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല ഫഇൻ തിബ്ന ലക്കും മിൻഹു അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ. നിങ്ങൾക്ക് അവർ എന്തെങ്കിലും തൃപ്തിപ്പെട്ട് അതിൽ നിന്ന് തന്നാൽ നിങ്ങൾക്കത് മനസ്സിന് തൃപ്തിയോടുകൂടി തന്നെ സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഒരു ഭർത്താവ് മഹർ നൽകാൻ ബുദ്ധിമുട്ടുന്നതായി തോന്നിയാൽ അത് കുറച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. മഹർ ധാരാളവും കൊടുക്കാം, കുറച്ചും കൊടുക്കാം. ധാരാളം കൊടുക്കാന്നുള്ള തെളിവ് എന്താണ്? വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ആയത്താണ്. ആ ആയത്തിൽ അള്ളാഹു സൂറത്തു നിസാഇൽ അള്ളാഹു പറഞ്ഞു, തലാഖിന്റെ വിഷയം പറയുന്നതിനിടയിൽ പറഞ്ഞു, വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ ആർക്കെങ്കിലും ധാരാളം മഹർ നൽകിയിട്ടുണ്ട് എങ്കിലും അവരെ തലാഖ് ചൊല്ലുമ്പോൾ ആ മഹർ തിരിച്ചു വയ്ക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പൊ മഹർ ധാരാളം നൽകാം എന്നതിന് ഈ ആയത്ത് തെളിവാണ്. വലിയ മഹർ കൊടുക്കാം, മഹർ തീരെ കുറച്ചും കൊടുക്കാം. ഇതൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത്. അവൾ പറയണം എനിക്ക് ഇത്ര മഹർ വേണം, അല്ലെങ്കിൽ അവളുടെ വലിയ പറയാണ് എനിക്ക് ഇത്ര മഹർ വേണം, അതാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു മഹർ പറഞ്ഞ് അത് അവർ തൃപ്തിപ്പെട്ടാൽ അങ്ങനെ അൽഹംദുലില്ലാ. ഈ പറയുന്ന മഹർ കൂടുതലും കൊടുക്കുക, കുറച്ചും കൊടുക്കുക. കുറച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു വ്യക്തി വന്നു. അയാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈ, നിന്റെ അരികിൽ മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അയാൾ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, മഹറായിട്ട് കൊടുക്കാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഇലാ അഹ്ലിക ഫൻദുർ ഹൽ തജിദു ഷൈഅൻ, വീട്ടിലേക്ക് പോയി നോക്ക്, എന്തെങ്കിലും അവിടെ ഉണ്ടോന്ന് പോയി നോക്ക്. അയാൾ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു. അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലാ വല്ലാഹി മാ വജദ്തു ഷൈഅൻ, വീട്ടിലൊന്നുമില്ല, മഹറായി കൊടുക്കാൻ പറ്റിയ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അയാളോട് പറഞ്ഞു, ഉൻദുർ വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും ഉണ്ടാന്ന് പോയി നോക്ക്. അയാൾ പോയി വീണ്ടും തിരിച്ചു വന്ന് അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വലാ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും എടുക്കാനില്ല. സഹാബികളുടെ ദാരിദ്ര്യം, അവർ അനുഭവിച്ചിരുന്ന പ്രയാസം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ അയാൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയോട് അയാൾ പറഞ്ഞു, വലാകിൻ യാ റസൂലല്ലാഹ് ഹാദാ ഇസാരി, നബിയെ ഇതാ ഞാൻ എടുത്തിരിക്കുന്ന ഈ തുണിയുണ്ട്, ഞാൻ എടുത്തിരിക്കുന്ന തുണിയുണ്ട്. സഹാബി പറയാണ്, അയാൾക്കൊരു മേൽമുണ്ട് പോലുമില്ല, ആകെ ഈ തുണി എടുത്തിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. തുണി മാത്രമേ അയാൾക്കുള്ളൂ, മേൽമുണ്ട് പോലും അയാൾക്ക് ധരിക്കാനില്ല. ഫലഹ നിസ്ഫുഹു, ഈ മുണ്ടിന്റെ പകുതി ഞാൻ കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തസ്നഉ ബിഇസാരിക ഇല്ല ബിസ്തഹു, നീ ആ മുണ്ടെടുത്ത് ധരിച്ചാൽ അവൾക്ക് അതുകൊണ്ട് ഉപകാരമില്ല. അവളാ മുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കൊടുക്കാനുണ്ടാവില്ല. അല്ലെ, അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സ്ത്രീക്ക് ഉപകാരപ്പെടാത്ത കാര്യം മഹറായി കൊടുക്കരുത്. അവൾക്ക് ഉപകാരപ്പെടാത്ത ഒരു കാര്യം മഹറായി കൊടുക്കരുത്. ഇയാളുടെ വസ്ത്രത്തിന്റെ പകുതി കൊടുത്താൽ ഒന്നല്ലെങ്കിൽ അയാൾക്കത് വസ്ത്രം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് അത് ഉപകാരപ്പെടില്ല. അപ്പോൾ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം മഹർ. ചില മദ്ഹബുകളിൽ കാണാം, വാഹരിയ മദ്ഹബിൽ അഭിപ്രായ പ്രകാരം ഒരു അരിമണി കൊടുത്താലും മഹറാണ്, ഒരു ഗോതമ്പിന്റെ മണി കൊടുത്താലും മഹറാണ്. ഇത് മഹറാവില്ല, അത് സ്ത്രീക്ക് അതുകൊണ്ട് ഒരു ഗോതമ്പിന്റെ മണി കൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പൊ എന്തെങ്കിലും ഉപകാരമുള്ളതായിരിക്കണം മഹർ കൊടുക്കുന്നത് എന്നത് ഈ ഹദീസ് തെളിവാണ്. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ ഇരുന്നു, കുറെ നേരം ഇരുന്നു. അയാൾ എഴുന്നേറ്റ് തിരിച്ചുപോയി. അയാൾ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇങ്ങനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് റസൂലുള്ളാഹി ചോദിച്ചു, മാദാ മഅക മിനൽ ഖുർആൻ, നിന്റെ അരികിൽ ഖുർആൻ നീ എത്ര പഠിച്ചിട്ടുണ്ട്? അപ്പൊ അയാൾ ഇതുവരെ പഠിച്ച സൂറത്തുകൾ എണ്ണി പറഞ്ഞു, എന്നെ സൂറത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബ് ഫഖദ് മല്ലക്തുകഹാ ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ കയ്യിലുള്ള ഖുർആൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നതിൽ മഹറായി നിശ്ചയിച്ച്
ഞാനിതാ ഇവിടെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഒരു ഇരുമ്പിന്റെ മോതിരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹറായി കൊടുക്കാമെന്ന് പറയാം. അപ്പൊ മെഹർ കുറഞ്ഞിട്ട് അത്ര വരെ ആവാം, കൂടിയാലോ കിന്താർ വരെ ആവാം, ധാരാളം മെഹർ കൊടുക്കാം. ഇത് രണ്ടും അനുവദനീയാണ്. കൂടുതൽ കൊടുക്കുന്ന അനുവദന, കുറച്ച് കൊടുക്കുന്ന അനുവദനയാണ്. കുറച്ച് കൊടുക്കുന്നത് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഏതുവരെ കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ അനുവദനീയാണ്. ശരി, ഏതാണ് ഏറ്റവും നല്ലത്? കൂടുതൽ കൊടുക്കുന്നതാണോ കുറച്ച് കൊടുക്കുന്നതാണോ? ചില ആളുകൾ ഈ പറഞ്ഞതിൽ രണ്ട് നിലക്കും അതിര് കവിയാറുണ്ട്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് മെഹർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം പോലുള്ള മെഹറായിരിക്കും, അത്ര വലിയ മെഹർ. അല്ലെങ്കിൽ അറബ് നാടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ വലിയ മഹർ നൽകാതെ കല്യാണം കഴിച്ചു കൊടുക്കൂല. അതുകൊണ്ട് അവിടെ കല്യാണം വളരെ വൈകിയാണ് പലപ്പോഴും നടക്കാറുള്ളത്. കാരണം മഹർ ഉണ്ടാക്കാൻ തന്നെ ഈ കുട്ടി 10-30 വയസ്സ് വരെ പണിയെടുക്കേണ്ടി വരും. 35 വയസ്സൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും. മഹർ വളരെ വലുതാക്കിയത് കാരണത്താൽ. വേറെ ചില ആളുകൾ തീർത്തും ഇതിൽ അലസത കാണിക്കുകയും തീരെ ലളിതമായ മഹർ കൊടുക്കുകയും ചെയ്യുന്നത് കാണാം. ഒരു പുസ്തകം, 2 ബുക്ക്, അല്ലെങ്കിൽ ഒരു ഖുർആൻ പരിഭാഷ കൊടുക്കാനും കയ്യിലുണ്ട്, എന്നാലും കൊടുക്കൂല. തീരെ ചെറുത് കൊടുക്കുന്നത് കാണാം. ഇതിന് രണ്ടിനുമിടയിലാണ് ഇൻഷാ അള്ളാഹ് ഏറ്റവും മാന്യമായ രൂപം നിൽക്കുന്നത്. ഇസ്ലാം ഏത് നിയമങ്ങളിലും കാണിച്ചു തന്നതുപോലെ മധ്യമ നിലവാരം സ്വീകരിക്കാം. അധികവുമാക്കേണ്ടതില്ല, തീരെ കുറവുമാക്കേണ്ടതില്ല, വളരെ അധികവുമാക്കേണ്ടതില്ല, വളരെ കുറവാക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മെഹറിനെ കുറിച്ച് സഹാബികൾ അവർ വിശദീകരിച്ചതായി കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അസ്ദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ മിൻ നിസാഇഹി വലാ ഉസ്ദിഖത് ഇംറഅതു മിൻ ബനാതിഹി അക്സറ മിൻ 12 ഊഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോഴോ അവിടുന്ന് വിവാഹം കഴിച്ചപ്പോഴോ 12 ഊഖിയ വെള്ളിയേക്കാൾ കൂടുതലായ മഹർ കൊടുത്തിട്ടില്ല. 12 ഊഖിയ വെള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇക്കാലഘട്ടത്തിൽ 1150 ഗ്രാം വരും ഏതാണ്ട് വെള്ളി. ഇന്നത്തെ ഒരു വില നിലവാരം വെച്ച് നോക്കിയാൽ ഒരു 50,000-60,000 രൂപയുടെ ആ ഒരു അവസ്ഥയിൽ വരും. ഏതാണ്ട് ആ ഒരു നിലവാരത്തിൽ 60-70 അതിന്റെയൊക്കെ ഇടയിൽ നിൽക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയ മഹറുകളിൽ ഏറ്റവും വലുത്. ഇതിൽ കൂടിയിട്ടില്ല. ഈ മഹർ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? റസൂലുള്ള തീർത്തും മഹർ ചെറുതാക്കിയിട്ടില്ല. നബി കൊടുത്തത് ഒരു ഇരുമ്പിന്റെ മോതിരാണോ? അല്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലാതെ കടുപ്പം കാണിക്കുന്നതാണ്. അത് പാടില്ല. തീരെ ചെറുത് കൊടുക്കുക, അങ്ങനെ കൊടുക്കേണ്ടതില്ല. ഒരാൾ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഭാര്യ അയാൾ ആദരിക്കട്ടെ, നല്ലത് കൊടുക്കട്ടെ. എന്നാൽ ഇതിൽ അതിര് കവിഞ്ഞു വല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നല്ല, വല്ലാതെ കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതുപോലെ ഈ നാട്ടിൽ കൊടുക്കുന്നതിന് മധ്യമ നിലവാരത്തിൽ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് മെഹറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മെഹർ വല്ലാതെ അധികരിക്കുന്നത് വിലക്കിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഖൈറുൻ നിക്കാഹി ഐസറുഹാ, നിക്കാഹിൽ ഏറ്റവും നല്ലത് അതിലേറ്റവും ലളിതമായ നിക്കാഹാണ്. എന്നാൽ മെഹർ ഏറ്റവും കുറഞ്ഞത് തീരെ കുറയാന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മധ്യമ നിലവാരത്തിലാവാം. മറ്റു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറു സദാഖി ഐസറു, മെഹറിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏറ്റവും എളുപ്പമുള്ളതാണ്, അയാളെ പ്രയാസപ്പെടുത്താത്തത്. പ്രയാസപ്പെടുത്തിയ രൂപത്തിലുള്ള മെഹർ നൽകുന്നത് ഉമറുള്ളാന്റെ ഹദീസ് വന്നതുപോലെ ചിലപ്പോൾ അത് ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയോട് വെറുപ്പുണ്ടാക്കും. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ 10-15 കൊല്ലം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ അതിന് അയാളെ കാരണമാക്കരുത്.
എന്നാൽ തീർത്തും വിലയില്ലാത്ത മഹറുമാക്കരുത്. അത് ചിലപ്പോൾ അയാൾക്ക് ഈ ഭാര്യയെ നിസ്സാരവൽക്കരിക്കുന്നതിനും കാരണം. അയാൾ പറയും, കണ്ടില്ലേ ഇന്ന പെണ്ണ് കെട്ടി ഇത്ര മഹർ, ഇത്ര പെണ്ണ് കെട്ടി ഇത്ര മഹർ, നിന്റെ വാപ്പ ഇത്ര കുറഞ്ഞ മഹറിനാണ് എന്നാക്കി തന്നെ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയേക്കാം. ഇത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിന്റെ ദർശനം ഈ രൂപത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞേക്കണം. അപ്പോൾ സഹോദരങ്ങളെ, മഹർ വല്ലാതെ അധികരിപ്പിക്കുകയോ വല്ലാതെ കുറയ്ക്കുകയോ ചെയ്യേണ്ടതില്ല. മധ്യമമായ നിലവാരം ആ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് മഹറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹു തആല അടുത്ത ദർസിൽ വിവാഹം സമയത്ത് ശ്രദ്ധിക്കേണ്ട, വീട് കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓർമ്മപ്പെടുത്താം. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.